എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. മോഹന ചക്രം എന്ന് പറയുമ്പോൾ 3 സെറ്റാണ്. അണിമാദികള്, ബ്രാഹ്മ്യാദികള്, സർവസംക്ഷോഭണാദികള്. 3 സെറ്റുകാരാണ് അവിടെ ഇരിക്കുന്നത് ത്രൈലോക്യ മോഹന ചക്രത്തില്. അപ്പൊ 3 പീഠങ്ങളുടെ രൂപത്തിൽ വിസ്താരമേറിയിട്ടുള്ള ത്രൈലോക്യ മോഹന ചക്രത്തിലെ പ്രകട യോഗിനികളാണ് ഇരിക്കുന്നത്. നമ്മൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇനി സൂക്ഷ്മമായിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ത്രൈലോക്യ മോഹന ചക്രത്തിലെ പ്രകടകൾ എന്ന് വിളിക്കുന്ന ദേവിമാര് അവരുടെ നായികയായിരിക്കുന്ന ത്രിപുരാദേവി. ഓരോ ചക്രത്തിനും അതിന്റെ നായിക ദേവിമാരുണ്ട്. അപ്പൊ ഈ ത്രിപുരാദേവിയാണ് ത്രൈലോക്യ മോഹന ചക്രം. ദേവിയെ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ചിന്താമണി ഗൃഹത്തിന്റെ ഭിത്തിക്ക് ശേഷം അടുത്ത ആ ഒരു ബിന്ദു വരെയുള്ള സ്ഥലത്തിനെ നമ്മൾ 14 ഭാഗിക്കണം. കാരണം എന്താ, ഈ 3 പീഠങ്ങൾ എന്ന് പറയുന്ന പ്രസ്തരം ത്രൈലോക്യ മോഹന ചക്രം എന്ന് പറയുന്ന ഇതിനകത്ത് 10 സിദ്ധി ദേവതകള്, 8 മാതൃക്കള്, 10 മുദ്രാശക്തികൾ, അങ്ങനെ 28 ദേവതമാരാണ് പ്രകട യോഗിനികൾ എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇപ്പൊ ശ്രീചക്രത്തിന്റെ ഒന്നാമത്തെ ആവരണമായിരിക്കുന്ന ത്രൈലോക്യ മോഹന ചക്രത്തിലെ നായിക ത്രിപുര. ഇപ്പൊ ലളിതാദേവിയെ നമ്മൾ ത്രിപുര എന്ന് വിളിക്കും. ത്രിപുരാംബ, ത്രിപുരേശി എല്ലാം അമ്മയാണ്. പക്ഷെ ഓരോ ചക്രത്തിന്റെ നായികയായിട്ടുള്ള സ്ഥാനം ഏറ്റെടുത്തിരിക്കുമ്പോൾ ഇവിടെ ഈ ത്രൈലോക്യ മോഹന ചക്രത്തിന്റെ ത്രിപുര. അപ്പൊ ഇതിൽ നിന്ന് ത്രൈലോക്യ മോഹന ചക്രത്തിന്റെ മുമ്പ് പറഞ്ഞ 28 പ്രകട യോഗിനികളെ പ്രേരിപ്പിക്കുന്നത് ത്രിപുര സുന്ദരിയാണെന്ന് മനസ്സിലാക്കാം. കാരണം അമ്മ ബിന്ദു ചക്രത്തിൽ ഇരിക്കാതെ ഈ ഒരു യോഗിനികളെ ഒന്നും പ്രകടമാവില്ല. കാരണം അമ്മയുടെ ശക്തി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ നമ്മൾ ചക്രനായികമാരെ കർത്തൃ എന്നാ വിളിക്കുന്നത്. ഓരോ ചക്രത്തിനും ഈ പറയുന്ന നായികമാരുണ്ട്. അവരാണ് ഇതെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശക്തി കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാല് മഹാത്രിപുര സുന്ദരിയിൽ നിന്നാണ്. ഇപ്പൊ ത്രൈലോക്യ മോഹന ചക്രത്തിന് മീതെ അടുത്തതായിട്ടുള്ള സ്ഥിതി ചെയ്യുന്ന ചക്രം, അവിടെ തിളങ്ങുന്ന കണ്ണുകള്, പുതിയ ചെന്താമരയുടെ കാന്തിയോടുകൂടി കുടുമയിൽ ചന്ദ്രക്കലയോടുകൂടിയ കാമാകർഷിണി തുടങ്ങിയ ദേവതമാരെ നമുക്ക് ധ്യാനിക്കാം. കാരണം അടുത്ത ചക്രത്തിൽ അവർ ഇരിക്കുകയാണ്. ഇത് അടുത്ത ചക്രമാണ്. ഇവിടെ വസിക്കുന്ന ദേവിമാര് 16 പേരാണ്. ആരൊക്കെയാണെന്ന് നോക്കാം. കാമാകർഷിണി, ബുദ്ധ്യാകർഷിണി, അഹങ്കാരാകർഷിണി, ശബ്ദാകർഷിണി, സ്പർശാകർഷിണി, രൂപാകർഷിണി, രസാകർഷിണി, ഗന്ധാകർഷിണി, ചിത്താകർഷിണി, ധൈര്യാകർഷിണി, സ്മൃത്യാകർഷിണി, നാമാകർഷിണി, ബീജാകർഷിണി, ആത്മാകർഷിണി, അമൃതാകർഷിണി, ശരീരാകർഷിണി. ഇങ്ങനെ 16 കലകളായിട്ടിരിക്കുന്ന അതിശീതളമായിരിക്കുന്ന ഒരു അമൃത പ്രവാഹം. ലളിതോപാഖ്യത്തിൽ ഇതിനെ പറയുന്നത് എന്താ, വളരെ ശീതളിമയായിട്ടിരുന്ന ഒരു പ്രപഞ്ചത്തില് ഒരു ജീവൻ എന്തൊക്കെ സ്വീകരിക്കുന്നു അതാണ് ഈ കാണിക്കുന്നത്. ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം, ആദ്യത്തെ 5 ചിത്തം, ധൈര്യം, സ്മൃതി, നാമം, ബീജം, ആത്മാവ്, അമൃതം, ഇതെല്ലാം തന്നെ ഈ ഒരു 16 കലകളായിട്ടിരിക്കുന്ന 16 ദേവിമാരാണ്. ഈ 16 പേരുടെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുക പ്രഭ കൊണ്ട്. എന്താണ്, ഇവര് നിത്യകളാണ്. കാരണം ഇവർക്ക് നാശമില്ലാത്തവരാണ്. ഇവര് നിത്യമായിട്ടിരിക്കുന്ന, ഇവര് ചെന്താമരയുടെ കാന്തിയാണുള്ളത്. അവരുടെ കുടുമയിൽ ചന്ദ്രക്കല ധരിച്ചിരിക്കുകയാണ്. ഈ വർണ്ണനയിലൂടെ നമുക്ക് ചന്ദ്രന്റെ സാന്നിധ്യം നമുക്ക് കാണാം. കാരണം ഈ സർവാശ പരിപൂരക ചക്രം എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയാ ചക്രം, ഈ ഒരു ദേവിയുടെ 2ാമത്തെ തലം എന്ന് പറയുന്ന സർവാശ പരിപൂരക ചക്രത്തില് ഇരിക്കുന്ന യോഗിനികളെ നമ്മൾ ഗുപ്ത യോഗിനികൾ എന്നാണ് പറയുന്നത്. ഈ ഗുപ്ത യോഗിനികള് എപ്പോഴും സേവിക്കപ്പെടുന്ന ഗുപ്ത യോഗിനികൾ സേവിച്ചുകൊണ്ട് കഴുത്തിൽ രത്നമാല ധരിച്ചിരിക്കുന്ന ഇവിടുത്തെ ദേവിയുടെ പേര്, അതായത് ഈ ചക്രത്തിന്റെ സിംഹാസനത്തിലിരുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ത്രിപുരേശി. ഈ ത്രിപുരേശി നമ്മുടെ ദുഃഖങ്ങളെ, ദുരിതങ്ങളെ എല്ലാം നശിപ്പിക്കട്ടെ അമ്മ, നമുക്ക് അടുത്ത പടത്തിലോട്ട് പോകണം, ഇല്ലേ, അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. അതുകൊണ്ട് ഈ ത്രിപുരേശിയുടെ പാദപത്മങ്ങളെ നമുക്ക് നമിച്ചുകൊണ്ട് 12 ചന്ദ്രകലാത്മികളായിരിക്കുന്ന നിത്യദേവികള്, ഇവരെ നമ്മൾ ഗുപ്ത യോഗിനികൾ എന്ന് പറഞ്ഞു. രഹസ്യമായിട്ട് സ്വരൂപമാണ് ഇവരുടേത്. അതുകൊണ്ടാണ് ഗുപ്തം. അവർ ഒളിച്ചിരിക്കും, അവർ പ്രകടമാവാറില്ല. മറ്റു നമ്മൾ ആദ്യത്തെ ചക്രത്തിലെ പ്രകട യോഗിനികളെയാണ് കണ്ടത്. ഇവരെന്ത് ചെയ്തു, ഭൂപുരത്തിന്റെ 2ാമത്തെ ആവരണമായിരിക്കുന്ന സർവാശ പരിപൂര ചക്രം 16 ദളങ്ങള്, അതിന്റെ ആ ഒരു 16 ദളങ്ങളിൽ അതിന്റെ ഒരു വർത്തുളം എന്ന് പറഞ്ഞാൽ അതിന്റെ നാമ്പ്, അതിലിരിക്കുന്നവരാണ് ഇവര്. അപ്പൊ ഈ 16 നിത്യാദേവതകള്, കാമാകർഷിണി തുടങ്ങിയ 16 പേര് ഈ സർവാശ പരിപൂരക ചക്രത്തിൽ വർത്തിക്കുക. ഈ ചക്രനായികമാരെ നമ്മൾ ത്രിപുരേശി എന്ന് വിളിക്കണം.
ആ നായികയെ. അപ്പൊ ത്രിപുരേശി എന്ന് ലളിതാദേവിക്ക് പേരുണ്ട്. അപ്പൊ ഇതെല്ലാം അമ്മയുടെ രൂപങ്ങളാണെന്ന് ധരിച്ചോളണം. കാരണം ഏകം സത് വിപ്ര ബഹുദാ വദന്തി, ഒന്നാണ് പലതായിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ പലതായി ഈ പറഞ്ഞ എന്താ പറയാ ഭൂപുരത്തിലെത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരുമായിട്ട് തീരുകയാണ്. ഇതാണ് നമുക്ക് ഇത് ഈ ജീവ ബ്രഹ്മ ഐക്യം നമ്മൾ ഇതിലൂടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇത് കേട്ടിട്ട് കാര്യമില്ല. അപ്പൊ നോക്കൂ, രണ്ടാമത്തെ മൂന്നാമത്തെ ചക്രത്തിൽ ഓരോന്നും അമ്മയുടെ പേരാ. ത്രിപുര, ത്രിപുരേശി, ഇതൊക്കെ ദേവി തന്നെയാണ്. അപ്പൊ മൂർത്തി ത്രിപുരേശി എന്ന് പറഞ്ഞാൽ എന്താ? മൂന്ന് മൂർത്തികൾ, മൂന്ന് പുരങ്ങൾ ഉള്ളവള്. മൂന്ന് പുരങ്ങൾ. എന്താ മൂന്ന് പുരങ്ങള്? ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, എല്ലാം മൂന്നാണ്. ജ്ഞാന ജ്ഞാതൃജ്ഞേയങ്ങൾ. അപ്പൊ ഈ മൂന്നിന്റെ സ്വരൂപമായിട്ട് ഈ മൂന്നിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദേവി, അതാണ് ത്രിപുര. ആ ഒരു ത്രിപുര സുന്ദരി തന്നെയാണെന്ന് പറയാൻ കാരണം. അപ്പൊ ഈ ചക്രത്തിലെ 16 നിത്യ ദേവതകളെ നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ത്രിപുര സുന്ദരിയാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളും. അത് എല്ലാത്തിന്റെയും നിയന്ത്രണ ശക്തി ദേവിക്കാണ്. അപ്പൊ ഈ സർവാശ പരിപൂരക ചക്രത്തിന് മുകളില് രത്നപീഠത്തിൽ വസിക്കുന്ന ചെന്താമരയുടെ ഇതള് പോലെയുള്ള ചുവന്ന കാന്തിയോടുകൂടി കഞ്ചുകം ധരിച്ചിരിക്കുന്ന അനങ്ക കുസുമകൾ. ഇനി അടുത്ത ചക്രത്തിലാവട്ടോ നമ്മൾ പോകുന്നത്, രണ്ടാമത്തെ ചക്രം. അപ്പൊ അത് രത്നനിർമ്മിതമായിട്ടിരിക്കുന്ന മറ്റൊരു ചക്രമാണ്. വളരെ വിശേഷപ്പെട്ട ആ ചക്രം. ഈ ചക്രത്തിന്റെ പീഠത്തിലിരിക്കുന്ന ദേവിമാര് അനങ്ക കുസുമ തുടങ്ങിയ 8 പേരാണ്. അപ്പൊ ആരൊക്കെയാണ്? അനങ്ക കുസുമ, അനങ്ക മേഖല, അനങ്ക മദന, അനങ്ക മദനാതുര, അനങ്ക രേഖ, അനങ്ക വേഗിനി, അനങ്കാങ്കുശ, അനങ്ക മാലിനി. അപ്പൊ ഇത് ലളിതോപാഖ്യാനത്തിലും ഇങ്ങനെ തന്നെയാ, ഖഡ്ഗമാലയിലും ഇങ്ങനെയാണ്. ഈ 8 ദേവതമാര് ആ ചെന്താമരയുടെ നിറം, ചുവപ്പ് നിറമാണ്. ഇവരിങ്ങനെ എന്താ പറയാ പട്ട് കുപ്പായമൊക്കെ, അതായത് മുഴുവൻ മെയ് മൂടുന്ന കുപ്പായമൊക്കെ ധരിച്ച് എന്താ പറയാ ഈ സ്ത്രീകൾ ധരിക്കുന്ന ഒരു പർദ്ദ പോലെ അങ്ങനെ വളരെ എന്താ പറയാ സർവ സംക്ഷോഭണ ചക്രം എന്ന് പറയുന്ന ചക്രത്തില് അവരിയ്ക്കുക. ഇവരെ എന്താ നമ്മൾ പറയുക? ഗുപ്തതര യോഗിനികള്. ആദ്യം നമ്മൾ ഗുപ്ത യോഗിനിയെ കണ്ടു. രണ്ടാമത്തേത് ഗുപ്തതരം. അതായത് ഇതിന്റെ ചക്രപാലിനി, ഈ ചക്രത്തിന്റെ ചക്രേശി ആരാ? ത്രിപുര സുന്ദരി. നമ്മുടെ അമ്മ തന്നെയാ. ഇതിന്റെ അമ്മയുടെ പേര് തന്നെയാണ് ഈ ചക്രത്തിന്, ത്രിപുര സുന്ദരി. അപ്പൊ ഈ മൂന്നാമത്തെ ചക്രത്തിൽ, അതായത് ഈ അനങ്ക കുസുമ തുടങ്ങിയിട്ടുള്ള 8 ദേവതകൾ ഇരിക്കുന്ന അഷ്ടദള പത്മം, അവിടെ സ്ഥിതി ചെയ്യുന്ന രത്നപീഠത്തില്, അതായത് ഇതിനെ സർവ സംക്ഷോഭകരം എന്നാ പറയുക. ഇതിന് സർവ സംക്ഷോഭണ ചക്രം. അപ്പൊ ഈ ലളിത ഉപാഖ്യാനത്തിൽ പറയുന്ന ഈ രത്നപീഠ രൂപത്തിലുള്ള ചക്രം എന്ന് പറയുന്നത് 8 ദളങ്ങള്. വർത്തുളാകൃതി എന്ന് പറഞ്ഞാൽ ചക്രത്തിന്റെ ആകൃതി എന്നർത്ഥം. ഇതിനകത്തിരിക്കുന്ന ഓരോ ദളത്തിലും പ്രദക്ഷിണമായിട്ടാണ് ഈ അനങ്ക കുസുമ, അനങ്കരേഖ. പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ആ ക്ലോക്ക് വൈസ്. ചില ദേവതകള് ചില ചക്രങ്ങളിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കുന്നത്. ഇത് ക്ലോക്ക് വൈസിൽ ഇരിക്കുന്ന 8 ദേവതമാര്. ഈ 8 പേരെയും നമ്മള് ഗുപ്തതര യോഗിനികൾ എന്ന് പറഞ്ഞ് നമ്മൾ നമസ്കരിക്കണം. കാരണം ഇവര് എന്താ പറയാ ഈ 8 ഗുപ്തതര യോഗിനികള്, ഈ ഗുപ്തതര യോഗിനികളാണ് ശരിക്കും ത്രിപുര സുന്ദരിയുടെ തന്നെ ഭാവത്തോടു കൂടി ഇരിക്കുന്നത്. അപ്പൊ ഇതിന് ഈ ചക്രേശി എന്ന് പറയുന്നത് ത്രിപുര സുന്ദരിയാണ്. ഇത് ജഗത് പാലിനി എന്നുള്ള അർത്ഥമുണ്ട്. ഇതിനെ ഗോപ്ത്രി എന്നുള്ള അർത്ഥമുണ്ട്. കാരണം ഇവര് ഗുപ്തതര യോഗിനികളാണ്. അപ്പൊ ഇനി സർവ സംക്ഷോഭണ ചക്രത്തിന് മുകളിലുള്ള മണ്ഡലത്തില് ഇളകുന്ന നീല കാർകൂന്തല്, അവര് യൗവനം കൊണ്ട് ഉന്മത്തരായിരിക്കുന്ന സർവ സംക്ഷോഭണി തുടങ്ങിയ ശക്തികളെ നമ്മൾ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹത്തോടു കൂടി അടുത്ത മൂന്നാമത്തെ ആവരണം, സർവ സംക്ഷോഭണ ചക്രത്തിന് മുകളിലിരിക്കുന്ന മണ്ഡലം, അതാണ് അടുത്ത ശക്തികളാണ് അവിടെ ഇരിക്കുന്നത്. ഇത് 20 ഹസ്തം ഉയരത്തിലാണ് ഇരിക്കുന്നത്. സർവ സംക്ഷോഭണി തുടങ്ങിയ ശക്തികള് 14 പേരാണ്. അപ്പോ ഈ സർവ സംക്ഷോഭിണി, സർവ വിദ്രാവിണി, സർവ ആകർഷിണി, സർവ ആഹ്ലാദിനി, സർവ സമ്മോഹിനി, സർവ സ്തംഭിനി, സർവ ജൃംഭിണി, സർവ ശങ്കരി, സർവ രഞ്ജിനി, സർവ ഉന്മാദിനി, സർവാർത്ഥ സാധിനി, സർവ സമ്പത്തി പൂരണി, സർവ മന്ത്രമയി, സർവ ദ്വന്ദ്വ ശേങ്കരി. അപ്പൊ ഇത് ഏതാണ്? 14 ത്രികോണങ്ങളുള്ള അതിലാണ് ഇരിക്കുന്നത്. ആ ചക്രത്തിലാണ് ഇവർ ഇരിക്കുന്നത്. ഈ ദേവിമാരുടെ എല്ലാം തലമുടിക്കെട്ട് കറുത്തത്, ഇളകിക്കൊണ്ടിരിക്കുന്ന യൗവനം, അവരെന്താ കാര്യനിർവഹണം. ഈ ദേവിമാരെ സ്മരിച്ചാല് നമുക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല ജീവിതത്തിൽ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഇവരെ സൗഭാഗ്യദായക ചക്രം എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഒരു സൗഭാഗ്യദായക ചക്രത്തിന്റെ അതിദേവത ത്രിപുരവാസിനി. അത് സർവോത്കർഷണം തരുന്ന ദേവിയാണ്. എല്ലാം ഉത്കർഷം, ഉയർച്ച മാത്രം തരുന്ന ദേവിയാണിത്. ഈ എന്താ പറയുക യോഗിനികളെ നമ്മള് സമ്പ്രദായ യോഗിനികൾ എന്നാണ് വിളിക്കുന്നത്. എല്ലാ ശക്തികളും എല്ലായ്പ്പോഴും നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെയൊക്കെ നമ്മൾ നമസ്കരിക്കുന്നവർ നമ്മുടെ ഉള്ളിലുള്ള ഈ ശക്തികള് അവര് കൂടുതൽ ശക്തി പ്രാപിക്കുക ചെയ്യുക.
അപ്പൊ സർവ്വ സംക്ഷോഭണി തുടങ്ങിയ ശക്തികൾ വസിക്കുന്നത് 4ാമത്തെ ആവരണമായിരിക്കുന്ന ഈ മണ്ഡലത്തിന്റെ പേരാണ് സർവ്വ സൗഭാഗ്യദായക ചക്രം. ഈ ചക്രത്തിൽ 14 ത്രികോണങ്ങൾ, ആ 14 ത്രികോണങ്ങളിൽ ചേർത്ത് വെക്കുമ്പോൾ ഈ ഒരു ജാമതീയ രൂപം, ജോമെട്രിക്കൽ സ്വരൂപമാണ് ഈ 14 നമ്മള് ശ്രീചക്രത്തിന്റെ ആ ഒരു ആവരണമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ത്രികോണത്തിൽ അപ്രദക്ഷിണമായിട്ട്, ഇത് ആന്റി ക്ലോക്ക് വൈസിലാണ് ഇവരിയ്ക്കുന്നത്. കാരണം ഓരോ ത്രികോണത്തിലും നമ്മൾ സർവ്വ സംക്ഷോഭണി തുടങ്ങിയുള്ള ശക്തികളുണ്ട്. ഈ 14 ശക്തികളെ നമ്മൾ സമ്പ്രദായ യോഗിനികൾ എന്ന് വിളിക്കും. ഈ സമ്പ്രദായ യോഗിനികൾ എന്ന് പറഞ്ഞാൽ ഈ ചക്രത്തെ സംരക്ഷിക്കും, നിയന്ത്രിക്കും. ഇവരെല്ലാം എന്താ പറയുക, ഇത് ലളിതാദേവിയുടെ പേരില് ഈ ദേവിയെ നമ്മൾ, ഇവിടുത്തെ ചക്രത്തിന്റെ ഹെഡായിട്ടിരിക്കുന്ന ദേവി ത്രിപുരവാസിനി. അപ്പൊ പുരവാസിനി എന്ന് പറഞ്ഞാല്, പുരം എന്ന് പറഞ്ഞാല് ശരീരം. അപ്പൊ ഈ പുരം ഏതാ? ശ്രീപുരം. ഈ ശ്രീപുരത്തിലിരിക്കുന്ന ഈ ഒരു ചക്രത്തിന്റെ അതിദേവതയായിട്ടിരിക്കുന്ന ദേവിയാണ് ത്രിപുരവാസിനി. ഈ ചക്രത്തില് എന്താ പറയാ, മുദ്ര ചോദിക്കുകയാണെങ്കിൽ സർവവശങ്കിരി മുദ്രയാണ്. മുദ്രാശക്തി നമുക്ക് എല്ലാ ചക്രത്തിനും ഓരോ മുദ്രകൾ, ഈ 10 മുദ്രകള്, അതിൽ ത്രികണ്ഠ ഒഴിച്ചുള്ള 9 മുദ്രകൾ താഴെ മുതൽ പറഞ്ഞു തുടങ്ങണം. സർവ്വ സംക്ഷോഭിണി, വിദ്രാവിണി, ഓരോ ചക്രത്തിനും ഓരോ മുദ്രാശക്തികൾ. അപ്പൊ നമ്മൾ ഈ ദശമുദ്ര കാണിക്കുമ്പോൾ, ശ്രീചക്രത്തിന് നേരെ കാണിക്കുമ്പോൾ ശ്രീചക്രത്തിലെ 9 ആവരണ ദേവിമാർക്കാണ് നമ്മൾ കാണിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ 9 ആവരണങ്ങൾ, ത്രികണ്ഠ മാത്രം എന്താ അവിടെ കാണിക്കേണ്ട കാര്യമല്ല, അത് ആവാഹനമാണ്. അപ്പൊ ഈ സർവവശങ്കരി എന്ന് പറയുന്ന മുദ്രയാണ് ഇവിടെ കാണിക്കേണ്ടത്. ഈ ചക്രത്തിലെ ത്രിപുരവാസിനി ചക്രേശി അങ്ങനെ നമ്മളെ വിജയിപ്പിക്കട്ടെ, വിജയത്തിലെത്തട്ടെ. എന്താണ് വിജയം? ജീവ ബ്രഹ്മ ഐക്യം. നമ്മൾ പോകുന്നത് എന്താ? ആത്മജ്ഞാനത്തിന് വേണ്ടി. ആത്മവിദ്യയാണ് നമ്മൾ പരിശീലിക്കുന്നത്. ആ നമ്മുടെ ലക്ഷ്യത്തിൽ ഈ ദേവിമാര് നമ്മളെ കൊണ്ട് എത്തിക്കട്ടെ. അപ്പൊ ഈ ചക്രത്തിൽ കോടിക്കണക്കിന് സമ്പ്രദായ യോഗിനികൾ ഇരിപ്പുണ്ട്. ഈ കിങ്കരികളായിരിക്കുന്ന ശക്തികളെല്ലാം തന്നെ സമ്പ്രദായ യോഗിനികള്, അവരുടെ കിങ്കരികൾ, അങ്ങനെ വളരെയധികം യോഗിനിമാര് നമ്മളെ ആനന്ദിപ്പിക്കാൻ വേണ്ടി, കാരണം ആനന്ദമയ ചക്രത്തിൽ ഒരു ജീവനെ എത്തിക്കാൻ വേണ്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ സമ്പ്രദായ യോഗിനികൾ വസിക്കുന്ന മണിപീഠം, അതായത് ഈ മണിപീഠത്തിന് മുകളിലായിട്ട് മഹത്തരമായിട്ട് 4 ഹസ്ത വിസ്താരമുള്ള ഒരു മണ്ഡലത്തില് എപ്പോഴും സന്നിഹിതരായിരിക്കുന്ന സർവ്വസിദ്ധികള്, സർവ്വസിദ്ധി തുടങ്ങിയ ശക്തികളെ നമുക്ക് ധ്യാനിക്കാം. കാരണം 4ാമത്തെ ആവരണം സർവ്വ സൗഭാഗ്യദായക ചക്രത്തിന് 4 ഹസ്തം വിസ്തൃതിയിൽ മറ്റൊരു മഹത്തരമായിട്ടുള്ള മണ്ഡലമുണ്ട്. ഈ മണ്ഡലത്തില് സർവ്വസിദ്ധി തുടങ്ങിയിട്ടുള്ള ശക്തികളാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ 10 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. ഖഡ്ഗമാലയിലുള്ള 10 സിദ്ധികൾ തന്നെയാണ് സർവസിദ്ധിപ്രദ, സർവസമ്പത്പ്രദ, സർവപ്രിയങ്കരി, സർവമംഗളകാരിണി, സർവകാമപ്രദ, സർവ ദുഃഖ വിമോചിനി, സർവ മൃത്യുപ്രശംനി, സർവവിഘ്ന നിവാരിണി, സർവാംഗ സുന്ദരി, സർവ സൗഭാഗ്യദായിനി. പേര് കേൾക്കുമ്പോ തന്നെ അറിയാം ഇനി എന്താ വേണ്ടത്. മംഗളവും സർവകാമവും ദുഃഖങ്ങളെ ഇല്ലാതാക്കി എല്ലാം തരുന്ന 10 പേര് ഇവര് ഇരിക്കുന്നതാണ് ഈ 4ാമത്തെ ആവരണം. അതുകൊണ്ടാണ് ഈ ചക്രത്തിന് ആ ഒരു സർവ്വ സൗഭാഗ്യദായക ചക്രം അതിന്റെ തൊട്ടു മുകളിലായിട്ട് ഇത് വരുന്നത്. അതിനെയാണ് സർവസിദ്ധിപ്രദം. സൗഭാഗ്യങ്ങളെല്ലാം തന്നിട്ട് നമുക്ക് എന്താ തരുന്നത്? സിദ്ധികൾ തരിക ദേവി. അപ്പൊ സർവാർത്ഥ സാധകം എന്നുള്ള ചക്രത്തില് സകല ഫലങ്ങൾ തരുന്നവരാണ് ഇരിക്കുന്നത്. അവർ ഉത്തീർണമായിട്ടിരിക്കുന്നത്, അതായത് അവര് ഈ യോഗിനിമാരെല്ലാം സേവിച്ചു കൊണ്ടിരിക്കുന്ന ദേവിയാണ് ത്രിപുരാശ്രീ. അപ്പൊ ഇതിന്റെ നായിക ത്രിപുരാശ്രീയാണ്. 5ാമത്തെ ആവരണത്തിന്റെ പേര് സർവാർത്ഥ സാധക ചക്രം. അപ്പൊ ഇവിടെ എന്താ? 10 ത്രികോണങ്ങളാണ് ചേർന്നിരിക്കുന്നത്. 10 ത്രികോണങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ 4 പാർശ്വങ്ങളോട് കൂടിയ ഒരു ജിയോമെട്രിക്കൽ ഫോം നമുക്ക് കിട്ടും. ഈ ചക്രത്തിന്റെ അടിയിലുള്ള ത്രികോണം മുതൽ അപ്രദക്ഷിണമായിട്ടാണ് നമ്മൾ ഓരോ ത്രികോണവും പറയുന്നത്. ഇവിടെ സർവസിദ്ധിപ്രദ മുതല് യോഗിനിമാരിയ്ക്കുകയാണ്. ഇവിടെ സർവസിദ്ധിപ്രദ തുടങ്ങിയ 10 പേര്, ഇവരെ നമ്മൾ കുലോത്തുകരണ യോഗിനികൾ എന്നാണ് പറയുന്നത്. ഈ ചക്രത്തിന്റെ അധീശ്വരി ത്രിപുരാശ്രീ. ഈ ദേവിയാണ് ഈ ചക്രത്തെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ 5 ആവരണങ്ങൾ നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ എല്ലാം അനുഗ്രഹം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇവിടുത്തെ മുദ്ര സർവ ഉന്മാദിനി മുദ്രയാണ്. അപ്പൊ യോഗിനിമാരുടെ പേരെല്ലാം ഇതുമായിട്ട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പൊ സർവാർത്ഥ സാധക ചക്രത്തിന്റെ മുകളിലത്തെ മണ്ഡപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചുമന്ന നിറത്തില് പതിമുഖം എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അതിന്റെ ആ നിറത്തിലുള്ള ആ ഒരു കുപ്പായം, ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മനോഹാരിണിമാരായിട്ടിരിക്കുന്ന സർവജ്ഞ തുടങ്ങിയിട്ടുള്ള ദേവതമാര് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ സർവാർത്ഥ സാധക ചക്രത്തിന്റെ മുകളിലുള്ള മണ്ഡലത്തില് സർവജ്ഞ തുടങ്ങിയിട്ടുള്ള ദേവതമാരാണ് നമ്മൾ ഇനി വർണ്ണിക്കാൻ പോണത്. ഈ 10 ദേവിമാര്.
ആരൊക്കെയാണ് ഇവര്? സർവജ്ഞ, സർവശക്തി, സർവ ഐശ്വര്യപ്രദ, സർവജ്ഞാനമയി, സർവവ്യാധി വിനാശിനി, സർവാധാര സ്വരൂപ, സർവ പാപഹര, സർവ ആനന്ദമയി, സർവരക്ഷാസ്വരൂപിണി, സർവേപ്സിത ഫലപ്രദ. ഇങ്ങനെ 10 പേര് ഇവിടെ ഇരിക്കുകയാണ്. കുസുംബം എന്ന് പറഞ്ഞാല് പതിമുഖം എന്നർത്ഥം. പതിമുഖം ഒരു മരുന്നാണ്. ഈ വസ്ത്രങ്ങളിൽ, ഈ നിറമുള്ള വസ്ത്രങ്ങൾ ഇട്ടിരിക്കുന്ന ചുവപ്പ് നിറം, അങ്ങനെയാണ് ഇവർ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കൗസ്തുഭം എന്ന് പറഞ്ഞത്. മനോഹരമായിട്ടുള്ള ആ ഒരു കുപ്പായം ധരിച്ചവര് നമുക്ക് കീർത്തി നൽകട്ടെ, നമ്മളെ അനുഗ്രഹിക്കട്ടെ. കാരണം ഈ ജീവന് മുക്തി കൊടുക്കുന്ന യോഗിനിമാരാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം. അടുത്തത് സർവരക്ഷാകരം എന്നുള്ള ചക്രം. അതിൽ എല്ലാ ജനങ്ങളെയും സേവിക്കപ്പെടുന്നതും നിഗർഭ യോഗിനികൾ എന്ന് പറയുന്നവര് ഇരിക്കുന്നതാണ് ഈ ഒരു ചക്രം. ഇവിടുത്തെ ദേവി ത്രിപുര മാലിനി. അപ്പൊ സർവാർത്ഥ സാധക ചക്രത്തിന് ശേഷമുള്ള മണ്ഡലത്തിനെ സമസ്ത രക്ഷാകര ചക്രം എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഈ രക്ഷാകര ചക്രം എല്ലാവർക്കും രക്ഷ കൊടുക്കുന്നത്. രക്ഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിൽ നിന്നാ നമുക്ക് രക്ഷ? നമ്മളെ ഭയപ്പെടുന്ന ഭയത്തിൽ നിന്ന് രക്ഷ കൊടുക്കുന്ന, അഭയം കൊടുക്കുന്ന ദേവിമാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ ശ്രീചക്രത്തിലെ 6ാമത്തെ ആവരണം ഈ ചക്രം 10 ത്രികോണങ്ങളാണ്. ഇതിന് അന്തർദശാരം എന്ന് പറയും. ഈ 10 ത്രികോണങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ജോമെട്രിക്കൽ സ്വരൂപമാണ് ഈ ശ്രീചക്രത്തില്. ഈ ശ്രീചക്രത്തിന്റെ അടിയിൽ ത്രികോണം മുതല് അപ്രദക്ഷിണമായിട്ട് ആന്റി ക്ലോക്ക് വൈസ് ആണ് ഇത് വരേണ്ടത്. അപ്പൊ അവിടെ സർവജ്ഞ തുടങ്ങിയ ദേവിമാരാണ് ഇരിക്കുന്നത്. സർവരക്ഷാകര ചക്രത്തിലെ അധിഷ്ഠാന ദേവത ത്രിപുര മാലിനി, ഈ ദേവിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ ദേവി, അതായത് മുദ്രാദേവത സർവ മഹാങ്കുശ. അപ്പൊ 10 നിഗർഭ യോഗിനിയോടൊപ്പം ചക്രേശിയായിരിക്കുന്ന ത്രിപുര മാലിനിയെ നമുക്ക് ഭജിക്കണം. അമ്മ ഞങ്ങളെ മുകളിലേക്ക് കയറ്റി വിടൂ, ഞങ്ങളെ ഊർധ്വഗതി തരൂ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ദേവിമാരുടെ അനുഗ്രഹം വാങ്ങിക്കണം. അപ്പൊ ഈ സ്ഥാനത്തിന് മുകളിലായിട്ട് വിസ്തൃതമായിട്ട് മറ്റൊരു ചക്രം നമുക്ക് കാണുന്നുണ്ട്. അത് അവിടെ വാസമുറപ്പിച്ച കുറച്ച് സിന്ദൂരപ്പൊടിയുടെ രൂപത്തില് ചുവന്ന കാന്തിയോടുകൂടി ഇരിക്കുന്ന ദേവികള്. അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവിയുടെ മാനസപുത്രിമാരെന്ന് പറയുന്ന ഏറ്റവും ലളിതാ സഹസ്രനാമത്തിന്റെ കർത്തൃക്കളായിരിക്കുന്ന 51 അക്ഷരങ്ങൾ എന്നറിയപ്പെടുന്ന വശിന്യാദി വാഗ്ദേവതകൾ ഇരിക്കുന്ന ആ സർവരോഗഹര ചക്രം. ഇതിനെയാണ് അഷ്ടകോണുകൾ, 8 കോണുകളോടുകൂടിയ, ഇത് അഷ്ടവസുക്കളാണെന്ന് പറയും. ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മൾ ഇനി ലളിതാ സഹസ്രനാമം പഠിക്കും. ഇവിടെ ഇരിക്കുന്ന വശിന്യാദി ശക്തികളെ നമുക്ക് വന്ദിക്കണം. കാരണം എന്താ? ഇത് സർവരക്ഷാകര ചക്രത്തിന്റെ മേളിൽ ഇരിക്കുന്ന ഒരു ചക്രം. ഇവിടെ 8 ദേവതമാര്. ഇവരാരൊക്കെയാണ്? വശിനി, കാമേശ്വരി, മൂദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗളിനി. ഇങ്ങനെ രാജരാജേശ്വരിയായ ലളിതാദേവിയുടെ അനുഗ്രഹം കൊണ്ട് വാക് വിഭൂതികൾ എന്ന് പറയും. അവരുടെ നാക്ക്, അവരുടെ വാഗ്ദേവത ഉണർന്നവരാണ് ഇവര് വശിന്യാദി വാഗ്ദേവതകള്. ലളിതാദേവിയുടെ ഭക്തന്മാർക്ക് വാക് സാമർഥ്യം നൽകുന്നത് ഈ വാഗ്ദേവികള്. ലളിതാ സഹസ്രനാമത്തിന്റെ പൂർവ്വഭാഗത്തിൽ ഇത് പറയണുണ്ട്. ലളിതാദേവിയുടെ ആജ്ഞയാല് ദേവിയുടെ സഹസ്രനാമം രചിച്ചതും ദേവിയുടെ സന്നിധിയിൽ ആദ്യമായിട്ട് ചൊല്ലിയതും ഈ വശിന്യാദി ദേവതകളാണ്. ലളിതാ സഹസ്രനാമത്തില് ഈ വശിന്യാദി ദേവതകള് അക്ഷര സമൂഹങ്ങളാണ്. അക്ഷരം, അതായത് അകാരാദി ക്ഷകാരാന്ത വർണ്ണസ്വരൂപിണികളാണ് ഇവര്. വർണ്ണദേവതകളാണ്. അകാരം മുതൽ അം വരെയുള്ള 16 സ്വരാക്ഷരങ്ങള് വശിനിയും, ബാക്കിയുള്ള കചട തപ എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരങ്ങള് 36 എണ്ണം. അങ്ങനെ ഈ വശിന്യാദി വാഗ്ദേവതകൾ 51 അക്ഷര സ്വരൂപമാണ്. അപ്പൊ ഇവരുടെ എന്താ പറയുക, ഈ അക്ഷരങ്ങള് വശിനി എന്ന് പറയുന്നത് ആ ഒരു കവർഗം കാമേശ്വരി, ചവർഗം മോദിനി, ടവർഗം വിമല, തവർഗം അരുണ, പവർഗം ജയിനി, യാ രാ ലാ വ എന്നത് സർവേശ്വരി, ഷാ ഷാ സാ ഹ ഇക്ഷ കൗളിനി. ഇങ്ങനെ കൗളിനി എന്നും പറയും, കൗലിനി എന്നും പറയും. ഈ അക്ഷരങ്ങളുടെ അതിദേവതകള്, ഈ ദേവതകളെല്ലാം തന്നെ നമ്മള് എന്താ പറയുക, ചുമന്ന സിന്ദൂരപ്പൊടി, നല്ല ചുവപ്പ് നിറത്തിലാണ് ഇവർ ഇരിക്കുന്നത്. ഇവര് ചെമ്പരത്തി പോലെ എന്നാ പറയുന്നത്. ഇവര് മുത്തുമാല ധരിച്ച് മുഖത്ത് സദാ ഗദ്യപദ്യങ്ങൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന അവര് കാവ്യങ്ങളൊക്കെ ഇങ്ങനെ, നാടകങ്ങളെല്ലാം അമ്മയെക്കുറിച്ച് അവര് പാടുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം ഈ സാക്ഷാൽ ലളിതാ മഹാത്രിപുര സുന്ദരിയെ കൊണ്ട് കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് ആ സ്തുതികളെല്ലാം തന്നെ വളരെ ശ്രവണ സുഭഗങ്ങളാണെന്ന് പറയണു. ആ മധുര ശബ്ദം എപ്പോഴും ലളിതാദേവിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ വശിന്യാദി ദേവതകള് ദേവിയുടെ തൊട്ടടുത്ത്, ഏറ്റവും അറിഞ്ഞ ആ ത്രികോണത്തിന്റെ തൊട്ട് താഴെ 8 അഷ്ടകോണുകളിലായിട്ട് ഇവർ ഇരിക്കുക. അപ്പൊ സർവരോഗഹര ചക്രം എന്നാണ് ഈ ചക്രത്തിന്റെ പേര്. ഇതില് നമ്മൾ ഈ യോഗിനികളെ, നമ്മൾ രഹസ്യ യോഗിനികള്, രഹസ്യകൾ,
അതായത് വശിന്യാദി വാഗ്ദേവതകൾ എപ്പോഴും സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ത്രിപുര സിദ്ധ എന്ന ദേവിയാണ് ഇവിടുത്തെ ചക്രേശ്വരി. അപ്പൊ ഏഴാമത്തെ ആവരണം എന്ന് പറയുന്നത് സർവ്വരോഗഹര ചക്രം. ഇതിൽ വശിന്യാദി വാഗ്ദേവതകൾ 8 ത്രികോണങ്ങൾ ചേർന്നിരിക്കുന്ന ചക്രം രൂപീകരിച്ച് അതിലിരിക്കുക. അപ്പൊ ഈ ത്രികോണത്തിൽ വശിനി എന്ന ദേവതയും തുടർന്ന് അപ്രദക്ഷിണമായിട്ട് വരുന്ന കാമേശ്വരി, മോദിനി തുടങ്ങിയ ദേവതകളെ എല്ലാവരും സ്ഥിതി ചെയ്യണു. അപ്പൊ വശിന്യാദി വാഗ്ദേവതകളെ നമ്മൾ പറയുന്നത് രഹസ്യ യോഗിനികൾ എന്നാണ്. അപ്പൊ ഈ ശ്രീചക്ര രഹസ്യം മുഴുവനും അറിയുന്നവരാണ് ഈ വാഗ്ദേവതകൾ. കാരണം ഇതിന്റെ മന്ത്രരൂപം, ദേവിയുടെ സ്ഥൂല സൂക്ഷ്മ കാരണ രൂപങ്ങളെല്ലാം ഈ മാനസപുത്രികളായിരിക്കുന്ന ഇവർക്കറിയാം. കാരണം എന്താ? അതുകൊണ്ടാണ് ഇവരെ രഹസ്യ യോഗിനികൾ എന്ന് വിളിക്കുന്നത്. ഈ ചക്രത്തിന്റെ അധീശ്വരി എന്ന് പറയുന്നത് ത്രിപുര സിദ്ധയാണ്. ഈ ദേവി വശിന്യാദികളാൽ സേവിക്കപ്പെട്ട അതായത് ആ ഒരു വശിന്യാദികൾ ഇല്ലാതെ ദേവി ഇല്ല എന്നുള്ള മട്ടില് എപ്പോഴും ചൂഴ്ന്നു നിൽക്കും ഇവര് ദേവിക്ക് ചുറ്റും. കാരണം ദേവി വാക്സിദ്ധിയാണ്, വാക്സ്വരൂപിണിയാണ്, അക്ഷരസ്വരൂപിണിയാണ്, അകാരാദി ക്ഷകാര എന്ന മാതൃകാ വർണ്ണസ്വരൂപിണിയാണ് അമ്മ. അപ്പൊ ഇവരില്ലാതെ അമ്മയില്ല. ഈ പ്രപഞ്ചം വാക്കുകളിലൂടെ ഈ പറഞ്ഞ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വന്ന് ആ അക്ഷരങ്ങളിലൂടെ അക്ഷരസ്വരൂപിണിയായിട്ട് ഈ പ്രപഞ്ചത്തിൽ ദേവി വസിക്കുകയാണ്. അപ്പൊ ഈ ഇവരെ സ്മരിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാര്യനിർവഹണം തടസ്സമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ അനുഗ്രഹ ഫലം പറയുന്നത്. അപ്പൊ വശിന്യാദി വാഗ്ദേവതകളായിട്ട് സ്ഥിതി ചെയ്യുന്ന ചക്രത്തിന് മുകളിലായിട്ട് മഹത്തരമായിട്ടൊരു പീഠം, അവിടെയാണ് നമ്മൾ ശിവശക്തികളായിരിക്കുന്ന പരമേശ്വരി പരമേശ്വരന്മാരുടെ ആയുധങ്ങളെ പൂജിക്കേണ്ടത്. ആയുധ ശക്തികൾ ആയുധങ്ങള്? നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നതാണ് ആയുധങ്ങൾ. അപ്പൊ വശിന്യാദി വാഗ്ദേവതകൾ സ്ഥിതി ചെയ്യുന്ന ഏഴാമത്തെ ആവരണം അത് സർവ്വരോഗഹര ചക്രം എന്ന് പറയണു. ഇതിന് മുകളിൽ ഒരു പീഠമുണ്ട്. അതാണ് എട്ടാമത്തെ ആവരണമായിട്ടിരിക്കുന്ന ശ്രീചക്രത്തിന്റെ നടുവിലുള്ള ത്രികോണം. അപ്പൊ ഇവിടെ ഈ സ്ഥലത്തിന് നമ്മൾ മഹാപീഠം എന്നാണ് പറയുന്നത്. മഹാപീഠം. ഇതിന് ഈ ത്രികോണം 2 പ്രസ്ഥാനങ്ങളുണ്ട്, അഥവാ 2 മണ്ഡലങ്ങളുണ്ടെന്ന് പറയാം. ഈ സർവ്വരോഗഹര ചക്രത്തിൽ 20 ഹസ്തം മുകളിലായിട്ട് ആദ്യത്തെ മണ്ഡലം, അതായത് ഈ മണ്ഡലത്തിന്റെ ഭൂപ്രസ്ഥാന രൂപത്തിൽ ഒരു ശ്രീചക്ര ഗതമായിരിക്കുന്ന നടുവിൽ ഒരു ത്രികോണവും ബാഹ്യഭാഗത്തായിട്ട് എടുത്താൽ 2ാമത്തെ മണ്ഡലവും കാണാം. അപ്പൊ ഈ ത്രികോണത്തിൽ ഉണ്ടായിരിക്കുന്ന ഉള്ള ഭാഗം തന്നെയാണിത്. കാരണം ഇത് ആദ്യത്തെ മണ്ഡലത്തില് മേൽ പ്രസ്താവിച്ച ത്രികോണത്തിന്റെ ബാഹ്യഭാഗവും സർവ്വ ബ്രഹ്മാണ്ടങ്ങളുടെ മാതാപിതാക്കളായിരിക്കുന്ന കാമേശ്വരന്മാരുടെ അസ്ത്രശസ്ത്രങ്ങളുമാണ് വെച്ചിരിക്കുന്നത്. ഈ സദാ ജാഗര രൂപമായിട്ട് ഇങ്ങനെ ഇരിക്കുക ഈ അസ്ത്രശസ്ത്രങ്ങള്. കാരണം പ്രഥമ അവരാണ്. അപ്പൊ ആദ്യ ദമ്പതിമാർ ഇവരാണ്. അപ്പൊ ഇവരുടെ അസ്ത്രശസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ബാണം, വില്ല്, പാശം, അങ്കുശം, ഈ 4 എണ്ണമാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രയോക്താവിന്റെ കയ്യിൽ എറിഞ്ഞ് അഥവാ പുറപ്പെട്ട് ശത്രുക്കളെ കീഴടക്കുന്ന ആയുധ വിശേഷം എന്ന് പറയുന്നത് അസ്ത്രം. അപ്പൊ ഇവിടെ കാമേശ്വരന്റെയും കാമേശ്വരിയുമായിരിക്കുന്ന 2 പേരുടെ കയ്യിലും 5 ബാണങ്ങളാണ് അസ്ത്രങ്ങളായിട്ടിരിക്കുന്നത്. അവ സ്ഥൂല രൂപത്തിൽ പറഞ്ഞാല് ആ പൂക്കളായിട്ട് പറയുകയാണെങ്കിൽ കമലം, കൈവരം, കൽഹാരം, ഇന്ദീവരം, സഹകാരം, ഈ 5 പുഷ്പങ്ങളായിട്ടാണ് സൂക്ഷ്മ രൂപ ബാഹ്യത്തില് നമ്മൾ കണ്ടാൽ 5 പുഷ്പങ്ങള്. സാധാരണ പടങ്ങളിൽ സാധാരണക്കാർക്ക് അങ്ങനെ മനസ്സിലാവൂ. പക്ഷേ ഇത് ഒരു ഉപാസനാ മാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ദേവിയുടെ കയ്യിലിരിക്കുന്ന ഈ 5 പുഷ്പങ്ങൾ എന്താണ്? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ 5 തന്മാത്രകളാണ് ദേവിയുടെ കയ്യിലിരിക്കുന്ന 5 പുഷ്പങ്ങൾ. ഇപ്പൊ ലളിതാ സഹസ്രനാമത്തില് ബ്രഹ്മവിദ്യാ വ്യാഖ്യാനത്തിൽ നമ്മൾ പഞ്ചതന്മാത്ര സായക എന്ന് അമ്മയ്ക്ക് പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രയോക്താവിന്റെ കയ്യിൽ വേർപെടാതെ ശത്രുവിനെ കീഴ്പ്പെടുത്താനുള്ള ആയുധ വിശേഷത്തെയാണ് നമ്മൾ ശസ്ത്രം എന്ന് പറയുന്നത്. ഇവിടെ വില്ല്, പാശം, അങ്കുശം എന്നിവയാണ് ഈ വകുപ്പിൽ പെടുന്നത്. സൂക്ഷ്മാർത്ഥത്തിൽ നോക്കണമെങ്കിൽ എന്താണ് വില്ല്? നമുക്ക് വെളിയിൽ കാണാം കരിമ്പ് വില്ല്. അമ്മ എവിടെ ഇരുന്നാലും അമ്മയുടെ കയ്യിൽ കാണാം കാമാക്ഷിയുടെ കയ്യിൽ കരിമ്പ് വില്ല്. ഈ കരിമ്പ് വില്ല് മനസ്സാകുന്ന കരിമ്പ് വില്ല്. അപ്പൊ എന്നും നമുക്ക് മനസ്സ് ആരുടെ കയ്യിലായിരിക്കുന്നത്? ഭഗവതിയുടെ കയ്യിൽ. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് വരുന്നത് എവിടെ നിന്നാണ്? നമ്മൾ കഴിക്കുന്ന അന്നത്തിന്റെ അംശമാണ്. അപ്പൊ ഈ കരിമ്പ് വില്ലെന്ന് പറയുന്നത് മനസ്സിനെ കാണിക്കുന്നു. അതായത് സ്ഥൂലാർത്ഥത്തിൽ ഇതിന് പുണ്ട്രം എന്ന് പറഞ്ഞാല് പുണ്ട്ര എന്ന് പറഞ്ഞാൽ കരിമ്പ് കൊണ്ടുണ്ടാക്കിയത്. അത് ഈ പുരാണം എന്ന് പറയുന്ന പോലെ ഈ ബാണം എന്ന് പറയുന്ന വില്ല് അസ്ത്രശസ്ത്രങ്ങള് ദേവിയുടെ ക്രിയാശക്തിയെ കാണിക്കുകയാണ് ഈ അസ്ത്രശസ്ത്രങ്ങൾ. അപ്പോ പാശം ഇച്ഛാശക്തിയെ കാണിക്കുന്നു. രാഗരൂപത്തിലുള്ള കയറാണ്, രാഗസ്വരൂപ പാശാഠ്യ. അപ്പൊ അമ്മ നമുക്ക് ഈ ഒരു നാമം തന്നെ നമുക്ക് കാണാം. ദേവിയുടെ ഇച്ഛയുള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അതിനെ ബന്ധിപ്പിക്കുന്നത് രാഗമാകുന്ന രാഗത്തിന്റെ രൂപത്തിലുള്ള പാശം.
അപ്പൊ ഈ അമ്മയുടെ കയ്യിലിരിക്കുന്നതാണ് എല്ലാം. അമ്മയുടെ കയ്യിലിരിക്കുമ്പോൾ എല്ലാത്തിൽ നിന്നും വിമുക്തമാണ് നമ്മള്. അമ്മയുടെ കയ്യിൽ അല്ലാതിരിക്കുമ്പോൾ എല്ലാത്തിനോടും നമ്മള് അമ്മയല്ലാതിരിക്കുന്ന വസ്തുക്കളോട്, അനിത്യമായിരിക്കുന്ന ജഗത്തിനോട് നമ്മൾ പാശം വെക്കുന്നു. അതുകൊണ്ടാണ് എന്താ പറയണത്, നമ്മുടെ മനസ്സിനെ ആരുടെ കയ്യിൽ കൊടുക്കണം? ഭഗവതിയുടെ കയ്യില്. അതുകൊണ്ടാണ് രാഗസ്വരൂപ പാശാഠ്യ. അപ്പൊ ജ്ഞാനശക്തി എന്ന് പറയുന്നത് അങ്കുശം. നമുക്ക് ഈ പറയുന്ന അങ്കുശം എന്ന് പറയുന്ന ജ്ഞാനശക്തിയെ പ്രകടിപ്പിക്കുന്നത് എന്താ? ദ്വേഷരൂപത്തിലുള്ള തോട്ടി. ആ തോട്ടി കൊണ്ടിട്ട് നമ്മൾ പറയും ലളിതാ സഹസ്രനാമത്തില് ക്രോധാകാര അങ്കുശോജ്വല. അപ്പൊ എന്താ ക്രോധം? നമുക്ക് കാമത്തിൽ നിന്നാ ക്രോധം വരുന്നത്. ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ അത് സാധിക്കാതെ വരുമ്പോൾ നമുക്ക് ക്രോധം ഉണ്ടാവും. അപ്പൊ അവിടെയാണ് നമുക്ക് അങ്കുശത്തിന്റെ പ്രയോജനം. ദേവിയുടെ കയ്യിലിരിക്കുന്ന ഒരു ആനയെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ളത് ഒരു കുഞ്ഞ് കമ്പാണ്. അതിൽ 2 വളഞ്ഞ ഭാഗങ്ങളുണ്ട്. അത് വെച്ച് കഴുത്തിൽ കുത്തി പിടിച്ച് ആനയെ പോലെ നിർത്തുന്നു. ആ തോട്ടി, ആനത്തോട്ടി അമ്മ കയ്യിൽ വെച്ചിരിക്കുക. എന്താ കാരണം? മനസ്സെന്ന് പറയുന്ന ആന, സമ്പത്കരി സമാരൂഢ സിന്ദൂര വ്രജ സേവിത, സമ്പത്കരിയാകുന്ന ആ ആന നമുക്ക് സമ്പത്തിന്റെ അതിന്റെ ഏത് സമ്പത്താണെങ്കിലും ബാഹ്യമായിരിക്കുന്നതിലോട്ടുള്ള ഒരു എന്താ പറയാ, മതം പിടിച്ച ആനയെ പോലെ മനസ്സ് പോയി കരിമ്പിൻ കാട്ടി കയറുന്ന പോലെ മനസ്സ് പോകും. അതിന്റെ പുറത്ത് ആരായിരിക്കുന്ന? സമ്പത്കരിയായിട്ടുള്ള അമ്മയുടെ ദേവി, അമ്മയെ സേവിക്കുന്ന ദേവി ഇരിക്കണമെങ്കിൽ ഈ അങ്കുശമാകുന്ന തോട്ടി കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ കാണുന്ന 10 ബാണങ്ങള്, 2 വില്ലുകള്, 2 പാശങ്ങള്, അങ്കുശങ്ങൾ, ഇതെല്ലാം ത്രികോണത്തിന്റെ അടിയില് ആ ഒരു ശീർഷത്തിന്റെ പുറമേ വേണം, അല്ലാതെ മേളിലോട്ടല്ല വരുന്നത്. ദേവിയുടെ ഈ 2 പേരുടെ, കാമേശ്വരന്റെയും കാമേശ്വരിയുടെയും കൂടെ വരുമ്പോ എന്താ, എല്ലാം 10 ബാണങ്ങള്, 2 വില്ലുകള്, 2 പാശങ്ങള്. അപ്പൊ ഇതെല്ലാം തന്നെ 2 പേരുടെയും ഒരേപോലെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ദേവതകളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ശക്തികളെന്ന ബാണശക്തി, അസ്ത്രശക്തി, അവരെല്ലാം അതിഭയങ്കരമായിട്ട് ശക്തമായിട്ടുള്ളവരാ. കാരണം ഒരു ജീവനെ സംസാര സാഗരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് ദേവി ഒരിക്കലും അഭയവരത മുദ്രയോടെ അല്ല ഇരിക്കുന്നത്. ആ 4 ആയുധങ്ങളുമായിട്ടാണ് ദേവി ഇരിക്കുന്നത്. അപ്പൊ ഈ അസ്ത്രശസ്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശത്രു സമൂഹത്തെ ഇല്ലാതാക്കട്ടെ. അമ്മ ഈ നമ്മൾ ദേവിയെ കാണുന്നതിന് മുമ്പ് തന്നെ ദേവിയുടെ ഈ അസ്ത്രശസ്ത്രങ്ങളെ കാണുക. അപ്പൊ അത് നമുക്ക് നമ്മുടെ ശത്രുക്കളെ എല്ലാം ഇല്ലാതാക്കട്ടെ. നിർമ്മലമായ മനസ്സോടെ അമ്മയുടെ അടുത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ. ഈ ശത്രു സമൂഹം നമ്മുടെ മനസ്സാകുന്ന പാശങ്ങളാകുന്ന പാശം, ഈ അങ്കുശം കൊണ്ട് ഞങ്ങളുടെ ക്രോധത്തെ നിയന്ത്രിക്കട്ടെ. ആ ഒരു പഞ്ചബാണങ്ങളാകുന്ന ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെടട്ടെ. എന്തുകൊണ്ട്? മനസ്സാകുന്ന കോദണ്ഡം കൊണ്ട്. അമ്മയുടെ കയ്യില് കോദണ്ഡം ഇരിക്കുന്ന ആ വില്ല്, മനസ്സാകുന്ന വില്ല് അമ്മയുടെ കയ്യിൽ കൊടുക്കുക നമ്മള്. അപ്പോ നമ്മള് ശുദ്ധരാണ്. നമ്മുടെ നല്ല ചിന്തകള്, സത്ചിന്തകള്, സത്പ്രവർത്തികള്, സത്കർമ്മങ്ങള്, സത്കർമ്മത്തിന്റെ ഫലം സത്ഫലങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ഉദാഹരണം അശ്വിന്യാദി വാഗ്ദേവതകൾ. അവരെപ്പോഴും അമ്മയെ സേവിച്ചുകൊണ്ടായിരിക്കുന്നത്. അവർക്ക് ദേവി അനുഗ്രഹം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. കാരണം ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ 10 സ്റ്റെപ്പ് വന്ന് തന്നോട് ചേർത്ത് നിൽക്കുന്ന ആ ഒരു കരുണാമൃത സ്വരൂപമായിരിക്കുന്ന ദേവിയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ എന്താ, ഈ അസ്ത്രശസ്ത്രങ്ങൾ നമ്മുടെ ശത്രു സമൂഹത്തെ ഇല്ലാതാക്കി നമുക്ക് ഈ ശ്ലോകത്തിലൂടെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ശത്രുക്കൾ ഇല്ലാതാവട്ടെ. നമ്മുടെ ആത്മാവിനെ ഈ പരിമിതമായിട്ട് കാണുന്ന ആണവമലം, നമ്മുടെ ആണവമലം, നമ്മള് എല്ലായിടത്തും നിറഞ്ഞു നിന്ന ഈശ്വരനാണെന്നുള്ള സങ്കല്പത്തിൽ നിന്ന് ഒരു ശരീരത്തിൽ വന്നപ്പോ ജീവൻ എന്നുള്ള ശിവൻ ജീവനായിട്ട് തീർന്നു. അപ്പൊ നമ്മള് അൺലിമിറ്റഡ് ആയിട്ടിരുന്ന ആ തലം നമ്മൾ ലിമിറ്റഡ് ആയിട്ട് തീർന്നു. നമ്മള് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ മറന്നുപോയി. അപ്പൊ ഈശ്വരനെ, അതായത് ആത്മാവിനെ പരിമിതമായിട്ട് കാണുന്ന ആണവമലം നമ്മളെ വിട്ടുപോട്ടെ. ഇനി രണ്ടാമത്തത് എന്താ? ആണവമലം വന്നപ്പോ ഓരോ സൃഷ്ടിക്കും മായികമലം വന്നു ചേരും. കാരണം വിധി നിഷേധങ്ങള്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നീ അതല്ല ഇതല്ല എന്ന് പറഞ്ഞ് നമ്മള് ലിമിറ്റഡ് ആണെന്ന മായയുടെ പിടിയിൽ പെട്ടുപോകും നമ്മള്. അതനുസരിച്ച് നമ്മുടെ കർമ്മമലം വന്നു ചേരുക. കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള ജീവൻ എന്ത് ചെയ്യാൻ പറ്റും? കർമ്മഫലങ്ങൾ അനുഭവിച്ചേ പറ്റും. അങ്ങനെ 3 മലത്രയങ്ങള്, അതാണ് നമ്മുടെ ശത്രു സമൂഹം എന്ന് പറയുന്നത്. ആണവ, മായിക, കാർമിക മലങ്ങള്. ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് അതെല്ലാം മാറട്ടെ. ഈ ഒരു ആ ദേവിയുടെ അസ്ത്രശസ്ത്രങ്ങളെ ധ്യാനിക്കുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു ശത്രു സമൂഹത്തെ ഇല്ലാതാക്കി നമുക്ക് ഭോഗമോക്ഷങ്ങളെ അമ്മ തരട്ടെ. അപ്പൊ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ഇരിക്കുന്ന ശസ്ത്ര സദനത്തിന് ആ ഒരു ചക്രം, അതിന്റെ മുകളിലായിട്ട് ഇന്ദ്രനീല രത്ന നിർമ്മിതമായിട്ടുള്ള ഒരു വലയം എന്ന് പറഞ്ഞ ഒരു മണ്ഡലം. അവിടെയാണ് സകല ജനങ്ങളാലും വന്ദിക്കപ്പെടുവാൻ യോഗ്യരായിട്ടിരിക്കുന്ന കാമേശ്വരി തുടങ്ങിയ ദേവിമാരിയിരിക്കുന്നത്. ആ ദേവിമാരെ നമുക്ക് തൊഴാം. കാരണം
അസ്ത്രശസ്ത്രങ്ങൾ ഇരിക്കുന്ന സദനത്തെ അഥവാ ആ പ്രസ്ഥാനത്തെ നമ്മൾ ആ ശസ്ത്രചക്രം എന്നാണ് വിളിക്കുന്നത്. അതിനു മുകളില് 20 ഹസ്തം മുകളിലാണ് ഈ കാമേശ്വരി തുടങ്ങിയ ശക്തികൾ ഇരിക്കുന്നത്. അപ്പൊ ഇന്ദ്രനീല മണി കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ആ സദനം, ആ പ്രസ്ഥാനം, അതിനെ നമ്മൾ ശക്തി ചക്രം എന്നാ വിളിക്കുക. കാരണം ശ്രീചക്രത്തിൽ തന്നെ ഈ 3 ത്രികോണം വളരെ പ്രധാനമാണ്. അതിന്റെ സൈഡ് എന്ന് പറയുന്ന എല്ലാം തിങ്ങി വിങ്ങി ആൾക്കാരിരിക്കുക. കാരണം സർവരോഗഹര ചക്രം കഴിഞ്ഞാൽ പിന്നെ ആളുകളെല്ലാം ദേവിക്ക് അടുത്തുള്ളവരാ. ഇപ്പൊ നമ്മൾ ആരെ കണ്ടു? ബാണശക്തികളെ കണ്ടു, അസ്ത്രശസ്ത്രങ്ങളെ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന 15 തിഥിനിത്യ ദേവതമാരെയാ. ഇതിനാണ് നമ്മൾ ശക്തിചക്രം എന്ന് പറയുന്നത്. അവിടെ ഈ എന്താ ഇതിന് ശക്തിചക്രം എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാല്, ബലൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നുവെന്നും ആ അസുരനെ ഇന്ദ്രൻ നിഗ്രഹിച്ചുവെന്നും മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട്. ഈ കഥയെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇന്ദ്രന്റെ എന്താ പറയാ, ഒരു ബലമായിട്ടിരിക്കുന്ന വൈരി ഇന്ദ്രനാണെന്നും ഇന്ദ്രരത്നം കൊണ്ട് ഇന്ദ്രനീല നിറത്തിലുള്ള ഉദ്ദേശിക്കുന്നത് എന്ന് പറയണ എന്താ, നമ്മുടെ മനസ്സ്. ഇന്ദ്രനീല നിർമ്മിതമായിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന 4 പേര്, അതിൽ 3 പേര് പ്രധാനപ്പെട്ടവർ. ആരൊക്കെയാ? കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി 4മത്തത്. അപ്പൊ ഈ 3 പേരിരിക്കുന്ന ഈ ചക്രം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 4 പേരും സമേശ്വരിമാരെന്ന അറിയപ്പെടുന്നത്. സമയം എന്ന് പറഞ്ഞാൽ കാലം. ഈ സ്ഥാനം നമ്മൾ ഈ ത്രികോണത്തിന്റെ കോണുകളിലായിട്ടാണ് ഈ ഖഡ്ഗമാലയിൽ നമ്മൾ പറയുന്നത് സമേശ്വരികളായിരിക്കുന്ന ശക്തി സമൂഹം. അവരെ നമുക്കൊന്ന് ധ്യാനിക്കാം. കാരണം സർവസിദ്ധിപ്രദ എന്നുള്ള ഈ ചക്രത്തിന്റെ സകലാഭീഷ്ടങ്ങളും തരുന്ന പരാപര രഹസ്യ യോഗിനികളാണ് ഇവിടെ ഇരിക്കുന്നത്. അവര് സേവിക്കപ്പെടുന്ന ത്രിപുരാംബ എന്ന ചക്രേശി ഇവിടെയാണ്. ഈ ത്രിപുരാംബ നമ്മളെ രക്ഷിക്കണം. കാരണം ഈ രക്ഷയിലാണ് നമുക്ക് ആ ദേവിയെ അവസാനമായിരിക്കുന്ന ആ ഒരു ത്രിപുര സുന്ദരിയുടെ അടുത്ത് എത്തിച്ചേരേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഈ കാമേശ്വരന്മാരുടെ അസ്ത്രശസ്ത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന അസ്ത്രചക്രം, കാമേശ്വരാദി സമേശ്വരിമാര് സ്ഥിതി ചെയ്യുന്ന ശക്തിചക്രം, ഇതാണ് ശ്രീചക്രത്തിന്റെ 8ാമത്തെ ആവരണം. അത് സർവസിദ്ധിപ്രദ ചക്രം. ഈ ചക്രത്തിൽ നിവസിക്കുന്ന ആ ഒരു അസ്ത്രദേവതമാര് സമേശ്വരികളായിരിക്കുന്ന കാമേശ്വരാദികള്, അവരെ സേവിക്കുന്നതിന് എന്താ പറയാ, അനേകം യോഗിനികള്, അനേകം ദേവതമാര് ഇവരുടെ കൂടെ ഉണ്ടെന്ന് പറയണു. അപ്പൊ ഈ ദേവതകളെല്ലാം തന്നെ പരാപര രഹസ്യ യോഗിനികള്. നമ്മളെ രഹസ്യം, അതിരഹസ്യം, മൂന്നാമത്തത് എന്താ, പരാപര രഹസ്യ യോഗിനികൾ എന്ന് പറയണു. അതായത് അതിരഹസ്യ യോഗിനികള്. കാരണം അവരെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ദേവിയുമായിട്ട് അടുത്തിരിക്കുന്നവരാ. അപ്പൊ ഈ യോഗിനിമാരാൽ സേവിക്കപ്പെടുന്ന ത്രിപുരാംബ ഈ ചക്രത്തിന്റെ നായികയാണ്. അപ്പൊ കാമേശ്വരി 4 സമേശ്വരിമാരുടെ പ്രസ്ഥാനത്തില് മുകളിലുള്ള മണ്ഡലത്തില് വിവിധ മന്ത്രോപാസന സമ്പ്രദായങ്ങളായിട്ട് അറിയപ്പെടുന്ന യുഗനാഥന്മാർ. അടുത്ത് വരുന്ന ആരാ? ഗുരുമണ്ഡലം. അപ്പൊ യുഗനാഥന്മാർ, 4 യുഗത്തില് 4 ശ്രീവിദ്യ ഗുരുക്കന്മാരുണ്ട്. അതിൽ മിത്രേശൻ തുടങ്ങിയ 4 ഗുരുക്കന്മാര് അവിടെ അവര് സ്ഥിതി ചെയ്യണം. ആ ഗുരുക്കന്മാരുടെ പാദപത്മങ്ങളെ വണങ്ങി നമ്മളും ആ ഗുരുമണ്ഡലത്തിന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ആരെ കാണാം? കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി, ഈ ദേവിമാരുടെ പ്രസ്ഥാനം. അതിന് മുകളിലാണ് വേറൊരു പ്രസ്ഥാനം. ഇതിന് 20 ഹസ്തം ഉയരമുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ 4 ഗുരുക്കന്മാരായിരിക്കുന്നത്. ആരൊക്കെയാണ് അവര്? മിത്രേശൻ, ഷഡ്ഡീശൻ, ഉഡ്ഡീശൻ, ചര്യാനാഥൻ. ഇവര് 4 ഗുരുക്കന്മാരും. ഇവരെയാണ് നമ്മൾ യുഗനാഥന്മാരെന്ന് വിളിക്കുന്നത്. എല്ലാ യുഗത്തിലും നാഥന്മാരായതുകൊണ്ട് ഇവരെ യുഗനാഥൻ എന്ന് വിളിക്കുക. എല്ലാ യുഗങ്ങളിലും ഇവര് തന്നെയാണ് നാഥൻ. ഇവർക്ക് മാറ്റമില്ല. അപ്പൊ എല്ലാ കാലത്തും രോഗത്തെ രക്ഷിക്കുന്നതാണ് ഇവരിവിടെ നിൽക്കുന്നത്. ഇവരുടെ സകല മന്ത്രോപാസനകൾ ഇവരുടെ കയ്യിലാണ്. എല്ലാ സമ്പ്രദായങ്ങളും ഇവർക്കറിയാം. യോഗശാസ്ത്രം എല്ലാ സ്രോതസ്സുകളും ഇവരിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവർ യോഗശാസ്ത്രങ്ങളുടെയും സകല മന്ത്രങ്ങളുടെ ഉപദേഷ്ടാക്കളാണ്. സകല വിദ്യകള് മഹാസമുദ്രമായിട്ട് ഈ 4 ഗുരുക്കന്മാര്. കാരണം ഇവർക്ക് അറിയാത്തതായിട്ട് പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഇപ്പൊ ലോകരക്ഷയ്ക്കായിട്ട് ഇവര് അനേക ലോകങ്ങളെ സൃഷ്ടിച്ചുവെന്നും അവയെ ദിവ്യൗഖങ്ങൾ, സിദ്ധൗഖങ്ങൾ, മാനൗഖങ്ങൾ എന്ന് പറയുന്ന പാതക രൂപത്തിലാക്കിയെന്നും അതിലൂടെ ഗുരുക്കന്മാര്, അതായത് ഈ ആദി ഗുരുനാഥന്മാരിൽ നിന്ന് വേറെ പല ഗുരുക്കന്മാരും ഉണ്ടായിട്ട് ഈ പ്രപഞ്ചത്തിൽ ശ്രീവിദ്യാ സമ്പ്രദായം നിലനിർത്തി കൊണ്ടുപോകണു. തൻ്റെ ആത്മാവിനെ അറിയാൻ, ഏത് വ്യക്തിക്കാണോ ഒരു ജീവന് തന്നെ കുറിച്ച് അറിയണം, ആത്മവിദ്യ വേണമെന്ന് തോന്നുന്നത്, ഈ ഗുരുമണ്ഡലത്തിന്റെ അനുഗ്രഹം, അതായത് ഈ ഓഖത്രയങ്ങള്, ഇവര് 4 പേരിരിക്കും. ഇവരിലൂടെ 3 തരത്തിലുള്ള ഗുരുക്കന്മാരാണ് വരുന്നത്. അവര് ഈ സർവസിദ്ധിപ്രദ ചക്രമാകുന്ന ഈ ത്രികോണത്തിന്റെ മുകളില് പാർശ്വഭാഗം, ഈ പാരലായിട്ടിരിക്കുന്ന സ്ഥലം, ശ്രീചക്രത്തിന്റെ ആ ഒരു സൈഡുകളിലാണ് ഇവർ ഇരിക്കുന്നത്. ഈ പാർശ്വഭാഗങ്ങളില് ഈ പറഞ്ഞ എന്താ പറയാ,
ഗുരുമണ്ഡലമാണ് സ്ഥിതി ചെയ്യുന്നത്. ദിവ്യൗക്കം, സിദ്ധൗക്കം, മാനൗക്കം. ഇവര് പാതുക രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാതുകം പൂജയാമി തർപ്പയാമി എന്ന് പറയുന്നത്. ഇവരുടെ പാതുകങ്ങൾ, ഇവര് നടന്നുപോയ കാൽപ്പാടുകൾ, ഇവര് നടന്ന് എവിടെയാ ചെന്നിരിക്കുന്നത്? ഇവര് താഴെ ത്രൈലോക്യമോഹന ചക്രത്തിൽ നിന്ന് ആ ഒരു സർവ്വസിദ്ധിപ്രദ ചക്രത്തിലോട്ട് നടന്നു കയറിയവരാണ്. അവര് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാണ്. അവര് ദേവിയുടെ നാമത്തിന്, ദേവിയുടെ എല്ലാ മന്ത്രസ്വരൂപമായിട്ടിരിക്കുന്നവരാണ്. അവരാണ് പ്രപഞ്ചത്തിൽ ദേവിയെക്കുറിച്ച് ആ ഒരു ഗുരുക്കന്മാരായിട്ട് വന്ന് അനുഗ്രഹം കൊടുക്കുന്നവര്. അപ്പൊ ഈ ദിവ്യൗഖ, സിദ്ധൗഖ, മാനക ഗുരുക്കന്മാരെല്ലാം പാതുക രൂപത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഗുരുക്കന്മാരെ നമ്മുടെ ശിരസിലാണ് അവരെ വന്ദിക്കുന്നത്. ഈ എല്ലാ ഗുരുക്കന്മാരും, 4 ഗുരുക്കന്മാരെ കൂടാതെ നമുക്കറിയാം ലോപാമുദ്ര, അഗസ്ത്യൻ, കാലതാപനൻ, ധർമാചാരൻ, മുക്തകേശേശ്വരൻ, ദീപകലാനാഥൻ, വിഷ്ണുദേവൻ, പ്രഭാകരദേവൻ, തേജോദേവൻ, മനോജദേവൻ, കല്യാണദേവൻ, രത്നദേവൻ, വാസുദേവൻ, ശ്രീരാമാനന്ദൻ. ഇങ്ങനെ എല്ലാ ആചാര്യന്മാരും, ഖഡ്ഗമാലയെ പറയുന്ന എല്ലാവരും, ഈ 4 ഗുരുക്കന്മാരും ഈ പറഞ്ഞ എന്താ പറയാ സർവോത്കർഷമായിരിക്കുന്ന ഈ ഒരു ചക്രത്തിലാണ് ഇരിക്കുന്നത്. അവരെ നമുക്ക് അനുഗ്രഹം വാങ്ങിക്കണം. എന്നാലേ ഗുരുമണ്ഡലത്തിന്റെ അനുഗ്രഹമില്ലാതെ ദേവി ഗുരുരൂപിണിയായിരിക്കണം അമ്മയെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഈ 4 ഗുരുക്കന്മാരുള്ള ഓഖത്രയത്തില് ഈ ഗുരുക്കന്മാര് നൽകുന്ന പ്രസ്ഥാനത്തിന് മുകളിലുള്ള വിവിധ രത്ന സമൂഹങ്ങളായിട്ട് കനത്തിരിക്കുന്ന മിനുസമുള്ള ഒരു പീഠത്തില് ഈ കാമേശ്വരി തുടങ്ങിയ 15 തിഥിനിത്യ ദേവതകൾ ഇരിക്കുക. കാരണം ഗുരുക്കന്മാരുടെ പ്രസ്ഥാനത്തിൽ നിന്ന് എല്ലാം 20 ഹസ്തം, അതായത് ഒന്നും ചേർന്നല്ല ഇരിക്കുന്നത്. നമുക്ക് ആദ്യം ത്രികോണം മാത്രമേ അവിടെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ വളരെ 20 യോജന വിസ്താരത്തിൽ ഇവര് ആ ഒരു ഡിഫറൻസ് ഉണ്ട് ഇവർ ഇരിക്കുന്നത്. അപ്പൊ ഈ പ്രസ്തരം ത്രികോണത്തിന്റെ 3 പാർശ്വങ്ങളില്, അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ ത്രികോണം എന്ന് പറയുന്നത് എല്ലാം അതിനകത്തുണ്ട്. സകലതും ഗുരുമണ്ഡലമുണ്ട്, തിഥിനിത്യ ദേവതമാരുണ്ട്, ഈ പറഞ്ഞ ദേവിയുടെ എല്ലാ ശക്തികളും അവിടെ ഇരിപ്പുണ്ട് അല്ലെ. ഈ പറഞ്ഞ അസ്ത്ര ബാണശക്തികളെല്ലാം അവിടെ ഉണ്ട്. അപ്പൊ ഈ ത്രികോണത്തിന്റെ 3 പാർശ്വങ്ങളിലായിട്ട് ഇവർ ഇരിക്കുകയാണ്. ഈ മണ്ഡലത്തില് 15 തിഥിനിത്യ ദേവതമാര്. അവരാരൊക്കെയാണ്? കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, മഹാവജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര. ഇങ്ങനെയുള്ള 16 തിഥിനിത്യ ദേവതമാരാണ് ഇവിടെ ഇരിക്കുന്നത്. അവരെല്ലാം തന്നെ കാലസ്വരൂപികളാണെന്ന് പറയുന്നു. മഹാനിത്യ ആരാണ്? 16ാമത് ആയിട്ടിരിക്കുന്ന ദേവി, അതാണ് സാക്ഷാൽ മഹാത്രിപുര സുന്ദരി. ദേവിയുടെ പേരാണ് മഹാനിത്യ. അപ്പൊ ഈ ലളിതാദേവിയാണ് നമ്മൾ ആരായിട്ടിരിക്കുന്നത്? നമ്മൾ ദിവസവും കലണ്ടറിൽ നോക്കില്ലേ, അവിടെ നമ്മൾ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പൗർണമി. അപ്പൊ 16 തിഥിനിത്യ ദേവതകൾ നമ്മള് കാലത്തിന്റെ സ്വരൂപത്തിൽ അമ്മ ഇരിക്കുകയാണ്. ഇനി ആമാവാസി, പൗർണമിയും ആമാവാസിയും മാറി മാറി ഒരു മാസത്തില് 2 അയനങ്ങള്. ആ അയനങ്ങളില് അത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആരുടെയിലാണ്? ഈ മഹാനിത്യ. അമാവാസിയായിട്ടിരിക്കുന്നതും പൗർണമിയായിട്ടിരിക്കുന്നതും ഈ ദേവി തന്നെയാണ്. അപ്പൊ ദേവി തിഥി രൂപത്തിലിരിക്കുന്നു. ഈ ദേവതകള് എന്താ? 15 അംശങ്ങളാണ് ദേവിയുടെ. അതാണ് ആ ഒരു നിത്യങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത്. കാരണം എന്ന് കാലപ്രവാഹം ഉണ്ടായോ, എന്ന് ഈ പ്രപഞ്ചം എന്താ പറയാ ഈ പ്രപഞ്ചം വന്നോ, അന്ന് മുതൽ അവരുണ്ട്. അവരില്ലെങ്കിൽ പ്രപഞ്ചം ഇല്ല. അപ്പൊ ഈ 15 അംശങ്ങൾ എന്ന് പറയുന്നത് തിഥിനിത്യ ദേവതകളെല്ലാം തന്നെ ഇവര് ലളിതാ ത്രിപുര സുന്ദരിയുടെ യഥാർത്ഥമായിട്ടുള്ള രൂപമാണെന്ന് കാണണം. കാരണം ഇവര് ബലപരാക്രമങ്ങളിൽ അനുപമങ്ങളും ഈ 3 ലോകങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നതും ബ്രഹ്മാദികളായിട്ടുള്ള സകല ദേവതമാരുടെ ആയുസിന്റെ രൂപത്തിലുമുള്ളതുമായിട്ടുള്ളവരാണ്. ഇപ്പൊ ലളിതാദേവി എന്ന് പറയുന്നത് അംഗരക്ഷകരായിട്ട് ഇവർ വർത്തിക്കുക. ഈ 15 തിഥിനിത്യ ദേവതമാര് 15 സ്വരാക്ഷരങ്ങളാണ്. 16ാമത്തെ നിത്യായ മഹാത്രിപുര സുന്ദരിയുടെ സ്ഥാനം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ലയസ്ഥാനമായിരിക്കുന്ന ബിന്ദുവാണ്. അപ്പൊ ഈ ബിന്ദു രൂപത്തിലുള്ള അവസാന സ്വരം അവിടാണ് നമ്മൾ മഹാഷോഡശി എന്ന് പറയുന്നത്. മഹാഷോഡശി എന്ന് പറയില്ല, വെറും ഷോഡശി. മഹാഷോഡശി എന്ന് പറയുമ്പോൾ 28 അക്ഷരങ്ങള്, വെറും ഷോഡശി 16 അക്ഷരങ്ങള്, 15 അക്ഷരം പഞ്ചദശി. അപ്പൊ ഈ 15 തിഥിനിത്യ ദേവതകളും 16ാമത്തെ സ്വരാക്ഷരം കൂടെ ചേരുമ്പോൾ അവിടെ ബിന്ദു സ്ഥാനം വരികയാണ്. അവിടെ എല്ലാത്തിന്റെയും ലയം. എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് അതെല്ലാം അവിടെ ലയിക്കുക. അപ്പൊ ഈ സമയേശ്വരിമാര് 4 പേര് നിത്യാദേവതകളാണ്. 16 പേര് 9 ആവരണങ്ങളിലെ ചക്രേശ്വരിമാരായ യോഗിനിമാരാണ്. 9 പേരായിട്ട് ഒരു 9 യോഗിനിമാരുടെ പേരിലാണ് ഇരിക്കുന്നത്. ഓരോ വിഭാഗത്തിലും
അവസാനത്തിൽ നമ്മൾ കണ്ടു ഓരോ ചക്രേശ്വരികളെയും നമ്മൾ കണ്ടു. അപ്പോ ഈ 4-ാമത്തെ 16-ാമത്തെ 9-ാമത്തെ ദേവതമാരെല്ലാം തന്നെ നമ്മൾ ഏതാ മഹാത്രിപുര സുന്ദരി തന്നെയാണെന്ന് അറിഞ്ഞു. ഈ ഒരു പൂർത്തീകരണം ശ്രീചക്രത്തിലെ എല്ലാ ദേവതകളും ലളിതാദേവിയാണെന്ന് അറിഞ്ഞുകൊള്ളണം. അമ്മയല്ലാതെ ഇവിടെ വേറെ ആരുമില്ല. അപ്പൊ ഈ രഹസ്യ യോഗിനികള് അതിരഹസ്യ യോഗിനികള് 15 നിത്യാദേവതകള് കാമേശ്വരി എന്നുള്ള ഒരു നാമം നമുക്ക് കാണാം. കാരണം ശ്രീചക്രത്തിലെ തന്മാത്ര ആ ഒരു തന്മന്ത്രം എല്ലാം ദേവിയെ കുറിച്ചുള്ള രഹസ്യ മന്ത്രങ്ങള് അതിരഹസ്യ മന്ത്രങ്ങള് ആ ഒരു എല്ലാം തന്നെ എന്താ ഈ 3 ദേവതാ സമൂഹങ്ങൾക്ക് അറിയാം. കാരണം കാമേശ്വരി വജ്രേശ്വരി ഭഗവാനിനെ സാധാരണക്കാർക്ക് ഇത് അതിരഹസ്യമായിട്ട് വർത്തിക്കും. പക്ഷെ ഇതിനകത്ത് ആരാ ഒളിച്ചിരിക്കുന്നത്? ലളിതാ പരമേശ്വരി എന്ന് പറയുന്ന കാമേശ്വരി തന്നെയാണ് ഇതെന്ന് നമുക്ക് അറിയണം. അതാണ് നമ്മുടെ ഉപാസനയുടെ ലക്ഷ്യം. നമ്മൾ ദ്വൈതമല്ല അദ്വൈതത്തിലാണ് എത്തിച്ചേരേണ്ടത്. നമുക്ക് ദ്വൈതഭാവം ദുഃഖം തരും. നമ്മുടെ ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഏകമായിരിക്കുന്ന ശക്തി. അത് തന്നെയാണ് ഈ പ്രപഞ്ചവുമായിട്ട് നമ്മളിലുള്ളിലും ഈ ശ്രീചക്രത്തിലും ഇരിക്കുന്നതെന്ന് അറിയണം. അപ്പൊ നിത്യദേവതകള് വർത്തിക്കുന്ന സ്ഥാനം, അതിന്റെ മുകളില് ആ ഒരു നിർമ്മലമായിട്ടുള്ള രത്നസമൂഹം കൊണ്ട് നിർമ്മിച്ച സ്ഥാനത്ത് വസിക്കുന്ന 6 അംഗദേവതകള്. എത്രത്തോളം ഭാഗം നമ്മൾ കവർ ചെയ്തോ അത്രത്തോളം ഇനിയും കിടക്കുക ദേവിയുടെ അടുത്തെത്താനായിട്ട്. ആലോചിച്ച് നോക്കൂ, ഇനി ദേവിക്ക് 6 അംഗദേവതമാര്. ഈ നിത്യാദേവതകൾ സ്ഥിതി ചെയ്യുന്ന പ്രസ്ഥാനത്തിന് മുകളിലായിട്ട് രത്നനിർമ്മിതമായിട്ട് വേറൊരു പ്രസ്തരമുണ്ട്. ആ പീഠം വളരെ നിർമ്മലമാണ്. അതിന് 20 ഹസ്തം ഉയരമുണ്ട്. ഈ ഒരു സ്ഥാനം അംഗദേവതമാരുടെയാണ്. ഈ പ്രസ്തരം ശ്രീചക്രത്തിന്റെ ഒത്ത നടുവിലായിട്ട് കാണാം. മഹാപീഠം എന്ന് വിശേഷിപ്പിക്കുന്ന ബിന്ദു അതിന് ചുറ്റുമായിട്ടിരിക്കുന്നതാണിത്. അവിടെ ഇരിക്കുന്ന ദേവിമാരാരാ? ഹൃദയദേവി, ശിരോദേവി, കവചദേവി, നേത്രദേവി, അസ്ത്രദേവി. ഈ 6 ദേവതമാരാണ് അവിടെ ഇരിക്കുന്നത്. ഈ ലളിതാദേവിയുടെ ഏറ്റവും അടുത്തിരിക്കുന്ന നവയൗവനയുക്തകളായിട്ട് ആയുധധാരികളായിട്ട് ജാഗരൂപരായിട്ടിരിക്കുന്ന ത്രിപുരസുന്ദരിയെ രക്ഷിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഈ പറഞ്ഞ എന്താ പറയാ ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്തിരിക്കുന്ന അമ്മയെ ഫുൾ രക്ഷിച്ചുകൊണ്ട് ഇവരിങ്ങനെ സദാ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ദേവിയുടെ അംഗരക്ഷകരാണ് ഇവര്. ഈ അംഗദേവതകൾ, അതുകൊണ്ടാണ് ഇവർക്ക് അംഗദേവതകൾ എന്ന് പേര് വന്നത്. അപ്പൊ ഈ ചഞ്ചലമായിട്ടിരിക്കുന്ന അവരുടെ കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. എന്താ? ഏതെങ്കിലും ശത്രുക്കൾ അമ്മയുടെ അടുത്ത് ആരെങ്കിലും എന്താ പറയാ അനാവശ്യമായിട്ട് ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും അവര്. അപ്പൊ അംഗദേവികള് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പീഠത്തിന് മുകളിലായിട്ടാണ് ശ്രീചക്രത്തിന്റെ ഒത്ത നടുവില് സർവാനന്ദമയ ചക്രം. നമുക്ക് ദേവിയെ നല്ലവണ്ണം പ്രാർത്ഥിക്കാം. നമ്മൾ ഇത്രയും ചക്രങ്ങള് ഇത്ര രാവിലെ മുതലുള്ള യാത്ര നമുക്ക് എന്താ സബലീകൃതമാവാൻ പോവുകയാണ്. നമ്മൾ സർവാനന്ദമയ ചക്രത്തിലിരിക്കുന്ന ആ സാക്ഷാൽ മഹാത്രിപുര സുന്ദരി നമ്മുടെ ഹൃദയപത്മത്തിൽ വിളങ്ങട്ടെ. നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം തരട്ടെ. നമ്മുടെ ആ ഒരു സർവാനന്ദമയ ചക്രം എന്ന് വിളിക്കുന്ന ബിന്ദുവില് പഞ്ചബ്രഹ്മ സ്വരൂപത്തിലുള്ള സമൂഹത്താൽ വ്യാപ്തമായിട്ട് കിടക്കുന്ന കട്ടില് നമുക്ക് ധ്യാനിക്കാം. കാരണം അമ്മ ഇരിക്കുന്ന കട്ടില് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രപഞ്ചത്തിന്റെ ശ്രീ മാതാവായിട്ടിരിക്കുന്ന ശ്രീ മഹാരാജ്ഞി സിംഹാസനേശ്വരിയായിട്ടിരിക്കുന്ന അമ്മ ഇരിക്കുന്ന കട്ടിൽ, ആ കട്ടില് പോലും ധ്യാനിക്കണമെങ്കിൽ അപൂർവമായിട്ടുള്ള എന്താ പറയാ അതിഗഹനമായിട്ടുള്ള പുണ്യമുണ്ടെങ്കിൽ അമ്മയുടെ കട്ടിലുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും ദൂരം സഞ്ചരിച്ച് എന്താ പറയാ ഇപ്പോഴും യാതൊരു വിധത്തിലുള്ള ആലസ്യമില്ലാതെ വളരെ തേജോമയ സന്തോഷത്തോടെ ആഹ്ലാദത്തോടു കൂടി വല്ലാത്ത സന്തോഷത്തോടുകൂടി സ്വന്തം അമ്മയെ കാണാൻ പോകുന്ന ആ ഒരു ഉള്ളിലിരിക്കുന്ന നിറവോട് കൂടിയാണ് ഓരോ സാധകരും അമ്മയുടെ അടുത്ത് ചെല്ലുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാണണം? ആ കട്ടില് കാണണം. അമ്മ ഇരിക്കുന്ന ആ രത്ന സമൂഹങ്ങളാൽ തിളങ്ങുന്ന കട്ടില്. ഇവിടെ മഹാത്രിപുര സുന്ദരിയായ ലളിതാദേവിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എന്താ പറയാ ഈ അംഗദേവിമാരുടെ പീഠത്തിന് 10 ഹസ്തം മുകളിലാണ്. അതിനെയാണ് നമ്മൾ മഹാപീഠം അല്ലെങ്കിൽ ബിന്ദുപീഠം എന്ന് പറയുന്നത്. ഈ പീഠത്തിന് പല പേരുകളുണ്ട്. മഹാപീഠം ഏത് വാക്ക് പറഞ്ഞാലും അത് നമുക്ക് പുണ്യം, ഈ ജന്മത്തെ സകല പാപങ്ങളും ഇല്ലാതാക്കും. കാരണം ഈ പീഠം എന്ന് പറയുന്നത് എന്താ അഹത്തിനെ മഹത്തായിട്ട് തീർക്കുന്നത്. മഹാപീഠം, ബിന്ദുപീഠം, ശ്രീപീഠം, ആ ഒരു വിദ്യാപീഠം, ആനന്ദപീഠം, പഞ്ചാശത് പീഠം എല്ലാം പറയാം നമുക്ക്. കാരണം നമ്മുടെ അമ്മയാണ് അവിടെ ഇരിക്കുന്നത്. ആ അമ്മയെ നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കട്ടില്, ഈ ബിന്ദുപീഠത്തെ നമ്മൾ 9ാമത്തെ ആവരണം സർവാനന്ദമയ ചക്രം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഈ ബൃഹത്തായിരിക്കുന്ന ഈ വളർന്ന ബൃഹത്തായിട്ടിരിക്കുന്ന അനേക കോടി ബ്രഹ്മാണ്ടങ്ങള്, 724 ഭുവനങ്ങള്, ഇത് എവിടെ നിന്നാണ് വന്നത്? ഈ വ്യോമസ്ഥാനത്തിനൊക്കെ അപ്പുറത്തായിട്ട് നിൽക്കുന്ന ഈ ചിന്താമണി ഗ്രഹത്തില് ഈ ഒരു പഞ്ചബ്രഹ്മങ്ങളെന്ന 4 കാലുകളോടുകൂടിയ ഈ ഒരു കട്ടിലിരിക്കുന്ന മഹാത്രിപുര സുന്ദരിയാണ് എന്ന് പറയാൻ എത്ര ജീവൻ ഇത് ഉൾക്കൊള്ളാൻ പറ്റും?
അത്രയ്ക്കും വലിയ എന്താ പറയാ, അത്രയും ഉയർന്ന തലത്തിലുള്ള ആ ദേവിയുടെ മഞ്ചം 9ാമത്തെ ആവരണമാണത്. അതിന്റെ എന്താ പറയാ, ആ കട്ടിലാണ് വളർന്ന് പ്രപഞ്ചമായിട്ടിരിക്കുന്നത്. അവിടെയാണ് ഈ കർമ്മങ്ങളെല്ലാം നടന്നു പോണത്. അപ്പൊ ഈ കാരണഭൂതം, ഈ പ്രപഞ്ചത്തിന്റെ വളർച്ചയ്ക്ക് കാരണഭൂതരായിരിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, രുദ്ര, ഈശ്വര സദാശിവന്മാരാകുന്നു ഇവിടുത്തെ പഞ്ചബ്രഹ്മങ്ങള്. ദേവിയുടെ കട്ടിലിന്റെ 4 കാലും പലകയാകുന്ന സദാശിവനും. അപ്പൊ ഈ ആകൃതിയോടുകൂടിയ ഒരു കട്ടില്, ഈ കട്ടില് നമ്മൾ ബിന്ദുപീഠത്തിൽ കാണണം. ഈ കട്ടിലെന്ന് പറയുന്നത് 3 ലോകങ്ങൾക്ക് മൂല കാരണമാണ്. കാരണം ഈ കട്ടിലിൽ നിന്നാണ് പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇവിടെ ഇരിക്കുന്നവരിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. തിരിച്ച് ലയസ്ഥാനവും അവിടെ തന്നെയാണ്. അപ്പൊ ഈ 3 ലോകങ്ങൾക്ക് മൂല കാരണമായിരിക്കുന്ന കട്ടില് രത്നസമൂഹങ്ങൾ കൊണ്ട് മണിഗണാകീർത്തനം, ആ ഒരു മണിഗണങ്ങള്, ആ ജ്വലിക്കുന്ന രത്നങ്ങളാല് എന്താ പറയാ, തോരണം ചാർത്തിയിരിക്കുന്ന കട്ടില്, ആ കട്ടിലിനെ നമുക്ക് പ്രണമിക്കാം. അമ്മ, ആ കട്ടില് ഞങ്ങൾ, ഇത് തന്നെ നമുക്ക് പൂർവ്വജന്മ പുണ്യല്ലേ. ഈ കട്ടിലൊന്ന് കാണുക, ഈ പ്രപഞ്ചത്തിന്റെ ആധാരമായിട്ടിരിക്കുന്ന ഈ കട്ടില്. അപ്പൊ ഈ ഒരു പഞ്ചബ്രഹ്മാകാരമായിരിക്കുന്ന മണിമയ കട്ടില്, ആ കട്ടിലിന് നമുക്ക് എന്താ പറയാ, കയറ് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത്, തൂങ്ങിക്കിടക്കുന്നത് കറുത്ത കാന്തിയോട് കൂടിയിട്ട് ഒരു യവനിക. എന്താണ് അമ്മ ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്? അമ്മ നോക്കൂ, നമുക്ക് എന്തോ ഒരു മറയിട്ട് കളഞ്ഞു. എന്താണത്? മായ. മായയാകുന്ന കറുത്ത യവനിക തൂങ്ങി കിടക്കുകയാണ്. അത് ഒരു ചരട് കൊണ്ട് കെട്ടിയിരിക്കുക. ഈ പഞ്ചബ്രഹ്മാകാരമായിട്ട് മണിമയ കട്ടിലിന് ചുറ്റും ആ കയറ് കൊണ്ട് കെട്ടിയിരിക്കുന്ന ഒരു കറുത്ത കാന്തി, അതിന് പോലും കാന്തിയാ, കറുപ്പ് നിറത്തിന് പോലും. കറുപ്പെന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് അല്ല എന്നർത്ഥം. കാരണം അകത്ത് എന്താണെന്ന് കാണാൻ പറ്റില്ല. അതൊരു തിരശീലയാണ്. ആ തിരശീല, ആ മായാതത്വമാകുന്ന കറുത്ത തിരശീല എന്റെ ദുരിതങ്ങളെ ഇല്ലാതാക്കട്ടെ അമ്മ. എന്റെ അജ്ഞത കൊണ്ട്, എന്റെ അജ്ഞാനം, എനിക്ക് എന്താ പറയാ, അമ്മയെ കാണാൻ പറ്റുന്നില്ല. അമ്മ ഈ ഒരു കറുത്ത തിരശീല മാറ്റണം, എന്നാലേ എനിക്ക് അമ്മയെ കാണാൻ പറ്റൂ. എനിക്ക് ആ ഒരു ദിവ്യ ചക്ഷുസ്സുകൾ തരൂ. എന്റെ അന്തർനേത്രങ്ങളെ തുറക്കട്ടെ. എന്റെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ പറഞ്ഞ അമ്മയുടെ ഈ യാത്രയിൽ എനിക്ക് ശമിച്ചു കഴിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും അമ്മയുടെ പഞ്ചബ്രഹ്മാകാരമായിട്ടുള്ള ആ മണിമഞ്ചത്തെ എനിക്ക് കാണാൻ പറ്റും. ഈ തിരശീലയുടെ എന്താ, ഈ യവനിക, തിരശീല എന്നുള്ളതിന് ജവനിക എന്നൊക്കെ ഉള്ള ഒരു പദമുണ്ട്. ഈ യവനികയല്ല, ജവനിക. കാരണം താഴ്ത്താനും പൊക്കാനും കഴിവുള്ള ഒന്ന്. പക്ഷെ ഇതിനകത്ത് അതിനൊരു മായാ തത്വമാണ് ഈ തിരശീല. ഈ ആനന്ദമയ്യായിരിക്കുന്ന ദേവിയുടെ കയ്യിലാണ് ഇതിന്റെ ആ ഒരു വള്ളി ഇരിക്കുന്നത്. അമ്മ വിചാരിച്ച ഇത് താഴ്ത്താൻ പറ്റും, അമ്മ വിചാരിച്ച ഇത് പൊക്കാനും പറ്റും. അപ്പൊ ഈ തിരശീലെ ആനന്ദമയ്യായിട്ടിരിക്കുന്ന ദേവിക്ക് തോന്നുന്ന അവസരത്തിൽ അമ്മ മോളിലോട്ട് പൊക്കും, ദർശനം തരും. തരാനും തരാതിരിക്കാനും അമ്മയ്ക്ക് പറ്റുമില്ലേ? ആ ഒരു ഉപാധിയാണ് അമ്മയുടെ ഈ മായയാകുന്ന തിരശീല. അമ്മയ്ക്ക് ആ ജീവനോട് എപ്പോഴാണോ അത്യധിക പ്രേമം, അമ്മാന്ന് പല ജന്മങ്ങളിലൂടെ കഴിയുന്ന ഒരു കുഞ്ഞിനെ പോലെ കൈപൊക്കി അമ്മാന്ന് വിളിക്കുമ്പോൾ ഒരമ്മയ്ക്കും നമ്മളെ അത് തടുത്തു നിർത്താൻ പറ്റില്ല. അപ്പൊ അമ്മ ഈ യവനിക, ഈ മായയാകുന്ന തിരശീല, നമ്മളെ ഭ്രമിപ്പിക്കുന്ന നാമരൂപങ്ങളായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ സത്യത്തെ നമുക്ക് കാണിച്ചു തരും. അപ്പൊ തിരശീല പൊക്കും, യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത് ദേവിക്ക് തന്നെയുള്ള, ദേവിയുടെ കയ്യിലാണ് അതിന്റെ നിയന്ത്രണം. വേറെ ആർക്കും അമ്മ അത് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ മായയെ മാറ്റുന്ന ഉപാധി, മായാ തത്വം എന്ന് പറയുന്ന 36 തത്വങ്ങള്, അത് സോപാനത്തിന്റെ രൂപത്തിൽ ഈ കട്ടിലിന്റെ പലക വരെയുണ്ട്. കാരണം ഈ 36 തത്വങ്ങൾ, 36 പടികൾ കാരണം ഈ സോപാനത്തിൽ എത്തണമെങ്കിൽ, അമ്മയുടെ കട്ടിലിരിക്കുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ. അപ്പൊ ഇതിന് നമ്മൾ ഒരു വസ്തുവിനെ നമ്മൾ പരിമിതപ്പെടുത്താൻ സഹായിക്കുന്ന മായാതത്വം. നമ്മൾ ഈ മായാതത്വത്തെ അതിക്രമിച്ചാലോ നമ്മൾ അപരിമേയമായിട്ട്, നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള, നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് തീരും. അപ്പൊ ഇത് ആരുടെ ഇച്ഛയാ? ഇത് ദേവിയുടെ ഇച്ഛ ഇല്ലേ? ദേവിയുടെ ഇച്ഛയ്ക്ക് വിധേയമായിട്ട് മാത്രമേ ഈ തിരശീല പ്രവർത്തിക്കുള്ളൂ. ഈ തിരശീല ദേവി ഭാവന നമ്മൾ എന്ത് ചെയ്യണം? ഈ തിരശീലയെ നമ്മൾ നമിക്കണം. അപ്പൊ നമ്മൾ അഹോ പുരുഷിക വിശ്വം ഭ്രമയതി വിശ്വം, ആ ഒരു മായാസ്വരൂപിണിയായിട്ടിരിക്കുന്ന ദേവി വിശ്വത്തെ ഭ്രമിച്ചുകൊണ്ട് മായാ തത്വത്തിലൂടെ പ്രപഞ്ചത്തെ നമുക്ക് കാണിച്ചു തരുന്നു. പക്ഷെ ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം അനിത്യങ്ങളാണ്, വിശ്വസിക്കാൻ പറ്റില്ല, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് യഥാർത്ഥ സ്വരൂപമായിരിക്കുന്ന അമ്മയെ അറിയണമെങ്കിൽ ഈ തിരശീല, ഈ കറുത്ത തിരശീല മാറണം, അവിദ്യ മാറണം, മലത്രയങ്ങൾ ഇല്ലാതാവണം ഇല്ലേ? ദേവിയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം, അമ്മ ഇത് മാറ്റൂലേ? ഞങ്ങൾക്ക് കാണണ്ടേ അമ്മയുടെ യഥാർത്ഥ സ്വരൂപം? അമ്മയെ കാണിച്ചു തരൂ എന്ന് പറയണത്. കാരണം ദേവി ഭാവന, ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത് മാറാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ബന്ധിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് തിരശീല എന്ന് പറയുന്നത്. അതായത്
തിരശീലയെ നിയന്ത്രിക്കുന്നത് കയറാണ് അല്ലെ? കയറിലാണ് അത് ബന്ധിച്ചിരിക്കുന്നത്. അപ്പൊ ബന്ധങ്ങളെയൊക്കെ നമ്മൾ വിച്ഛേദിക്കണം. എന്തിലൊക്കെയാണോ നമ്മൾ ബന്ധങ്ങൾ വെച്ചിരിക്കുന്നത്, ഈ പ്രപഞ്ച വസ്തുക്കളോട് വെച്ചിരിക്കുന്ന ബന്ധങ്ങളെ, ആ പാശങ്ങളെ മുറിക്കാതെ ആ തിരശീല അമ്മ മാറ്റില്ല. കാരണം എന്താ? എത്രത്തോളം പാശം പ്രപഞ്ചത്തോട് ഇരിക്കുന്നോ അത്രത്തോളം നമ്മൾ ദേവിയിൽ നിന്ന് അകന്നു നിൽക്കും. എത്രത്തോളം പാശങ്ങളെ നമ്മൾ വിടുന്നോ അത്രത്തോളം നമുക്ക് ദേവിയുടെ അടുത്ത് എത്താൻ പറ്റും. അതുകൊണ്ടാണ് നിയന്ത്രണം അമ്മയുടെ കയ്യിലാന്ന് പറയുന്നത്. അപ്പൊ ഈ നിയന്ത്രണം മാറ്റണം. അപ്പൊ ഈ മണിമയ മഞ്ചത്തിന്റെ മുകളിലായിട്ട് തൂങ്ങിക്കിടക്കുന്ന ആ ഒരു ഉമ്മത്തിൻ പൂ കൊണ്ട്, എന്താ പറയാ, പുന്നപ്പൂ എന്നൊക്കെ പറയും, ആ പൂവ് കൊണ്ട് തീർത്ത മാല, അതിന് നിറഞ്ഞ രക്തവർണ്ണമുള്ള വിധാനം. എപ്പോഴും നമ്മുടെ ഇത് കണ്ടാൽ തന്നെ ആലസ്യം, ക്ഷീണം ഒക്കെ മാറും. ഭയങ്കര എനർജറ്റിക് ആവും എന്നർത്ഥം. ഇപ്പൊ ലളിതാദേവിയുടെ മഞ്ചത്തിന്റെ മുകളിലുള്ള വിധാനം മാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഈ ഒരു, അതായത് മാലകൾ കൊണ്ട് തീർത്തതാണ്. ഈ മാലകളാകട്ടെ ഉമ്മത്തിന്റെയും പുന്നമരത്തിന്റെയും പൂക്കൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പൊ ഹരിശബ്ദത്തിന് അവിടെ ഇന്ദ്രൻ എന്നൊരു അർത്ഥമുണ്ട്. അപ്പൊ ഇന്ദ്രഗോപ പരീക്ഷിപ്ത, ആ ഒരു ഇന്ദ്രഗോപ ശബ്ദം ഇവിടെ വരുന്നുണ്ട്. ദേവിക്ക് ഇന്ദ്രഗോപ പരീക്ഷിത്ത സ്മര തൂണാഭജംഗിക എന്നൊരു നാമമുണ്ട്. അപ്പൊ അതുപോലെ ഇന്ദ്രഗോപ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം എന്നർത്ഥം. അപ്പൊ ഈ ചുവപ്പ് നിറമുള്ള വിധാനം തൂങ്ങിക്കിടക്കുന്ന മാലകള്, ഈ വിധാനം എപ്പോഴും നമ്മുടെ ആലസ്യത്തെ മാറ്റട്ടെ, നമ്മൾ ഊർജ്ജസ്വലരായിട്ടിരിക്കട്ടെ, അമ്മയുടെ ധ്യാനം നമുക്ക് എപ്പോഴും മനസ്സിൽ സന്തോഷത്തെ തരട്ടെ, നമ്മള് ഒരു ഡിപ്രഷനിലോട്ട് പോവാതിരിക്കട്ടെ. അപ്പൊ ഈ അഗ്നി, നിര്യതി, വായു, ഈശാനൻ 4 കോണുകളുടെ ക്രമത്തിലാണ് ഈ ചുവപ്പ് നിറമുള്ള 4 പേരിരിക്കുന്നത്. എവിടെയൊക്കെയാണ്? ബ്രഹ്മാവ്, കറുപ്പ് നിറത്തോടു കൂടിയ വിഷ്ണു, വെളുപ്പ് നിറത്തോടു കൂടിയ രുദ്രൻ, മഞ്ഞ നിറത്തോടു കൂടിയ ഈശാനൻ. ഇവരിങ്ങനെ ദേവിയുടെ മഞ്ചത്തിന്റെ 4 കാലുകളായിട്ടിരിക്കുകയാണ്. ദേവിയുടെ മഞ്ചത്തിന്റെ പാദങ്ങൾ നമ്മൾ ധ്യാനിക്കണം. കാരണം എന്താ? ഈശ്വരനാണ് അവിടെ ഇരിക്കുന്നത്. 4 ദേവന്മാര്, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ. അപ്പൊ പര്യങ്കം എന്ന് പറയുന്ന ആ ഒരു ദേവി ഇരിക്കുന്ന നാനാവിധ രത്ന സമൂഹ നിർമ്മിതമായിട്ടിരിക്കുന്ന ലളിതാദേവിയുടെ കട്ടിലിന്റെ കാലുകള് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ. അപ്പൊ കട്ടിലിന്റെ അഗ്നികോണിൽ ആരാ? അത് നമ്മൾ വ്യക്തമായിട്ട് ദേവിയെ ധ്യാനിക്കുമ്പോൾ അത് ഈ 4 പേർക്കും എന്താ പറയാ, പ്രകടമായിട്ട് വ്യക്തമായിട്ടുള്ള സ്ഥാനം നമ്മൾ കണ്ടോളണം. കാരണം എന്താ? ഇവരെ മാറ്റി ചിന്തിക്കാൻ പാടില്ല. കാരണം ഇവര് ഓരോ സ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇവരുടെ കർമ്മങ്ങൾ അതുപോലെയാണ്. അപ്പൊ എന്താണ് ആദ്യം നമ്മൾ കാണുന്നത്? തെക്ക് കിഴക്ക്, അതായത് കട്ടിലിന്റെ അഗ്നികോണില് തെക്ക് കിഴക്ക് ബ്രഹ്മാവ്, നിര്യതി കോണില് തെക്ക്, ശ്രീചക്രത്തിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ നിര്യതി കോണില് തെക്ക് പടിഞ്ഞാറ് വിഷ്ണു, വായു കോണില് വടക്ക് പടിഞ്ഞാറ് രുദ്രൻ, ഈശാന കോണില് വടക്ക് കിഴക്ക് ഈശാനൻ. അപ്പൊ 4 കാലുകള്. അപ്പൊ ഇവിടെ ബ്രഹ്മാവിന്റെ നിറം ചോപ്പ്, തൊണ്ടിപ്പഴത്തിൻ്റെത്, വിഷ്ണുവിന്റെ നിറം കാർമേഘം, കറുപ്പ് നിറം, രുദ്രന്റെ നിറം അതായത് ചന്ദ്രന്റെ വെളുത്ത ഒരു നിറമാണ്, ഈശാനന്റെ നിറം സ്വർണ്ണ നിറം അതായത് ഹേമം, മഞ്ഞ നിറമാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ദേവിയുടെ കട്ടിലുകൾക്ക് 4 കാലുകള്. ഈ കാലുകൾക്ക് എത്രയാണ് ഉയരം? 10 ഹസ്തം ഉയരം ഉണ്ടെന്ന് പറയുന്നു. ആ 10 ഹസ്തം ഉയരമുള്ള 4 കാലുകള്, അതിൽ വർത്തിക്കുന്ന ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർക്ക് ക്രമത്തില് ആ ഒരു ചെമ്പരത്തിപ്പൂ, ഇന്ദ്രനീലം, ശുദ്ധ സ്ഫടികം, കൊന്നപ്പൂ, ഈ 4 നിറമാണ് പറയുന്നത്. സർവാലങ്കാര വിഭൂഷിതമായിട്ട് സായുധരായിട്ട് ദേവീ ധ്യാനത്തിലെ കണ്ണുകൾ മാത്രം അടഞ്ഞ് ഇവർ നിശ്ചേഷ്ടരായിട്ട് വർത്തിക്കുകയാണ്. ഇത് ദേവീ മഞ്ചം. ഇതാണ് നമ്മുടെ ദേവീ മഞ്ചം. ഇത് തന്നെ നമുക്ക് സകല പാപങ്ങളും നശിപ്പിക്കുന്നതാണ് ഈ മഞ്ചധ്യാനം പോലും. അപ്പൊ സദാശിവനാകുന്ന പലക. അടുത്തത് സദാശിവനാകുന്ന സിന്ദൂര പൊടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന രശ്മിയുടെ പോലെ അത്യന്തം രത്നവർണ്ണത്തിലുള്ള ഒരു ദേവിയുടെ കട്ടിലിന്റെ പലക. അംഗദേവിമാരുടെ പീഠത്തിൽ നിന്ന് പടുത്തുയർത്തിയ രത്ന സോപാനം, അത് നമ്മൾ നമസ്കരിക്കണം. കാരണം 36 തത്വങ്ങളാണത്. അപ്പൊ ദേവിയുടെ ആസ്ഥാനത്ത് നിന്നും തൊട്ട് താഴെയാണ് അംഗദേവതമാരുടെ പീഠം. അവിടെ നിന്ന് ലളിതാദേവിയുടെ ബിന്ദുപീഠം വരെ രത്നങ്ങളെ കൊണ്ടൊരു സോപാനമുണ്ട്. ഈ സോപാനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന 36 തത്വങ്ങള്. ആരൊക്കെയാണ് ഈ 36 തത്വങ്ങള്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം, ഉപസ്ഥം, പായു, പാദം, വാണി, വാക്ക്, ഘ്രാണം, ജിഹ്വ, ചക്ഷുസ്, ത്വക്ക്, ശ്രോത്രം, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, പ്രകൃതി, പുരുഷൻ, നിയതി, കാലം, രാഗം, വിദ്യ, മായ, ശുദ്ധവിദ്യ, ഈശ്വരൻ, സദാശിവൻ, ശക്തി, ശിവൻ. അങ്ങനെ 36 തത്വങ്ങളായിരിക്കുന്ന ദേവിയുടെ സോപാനം, കോണിപ്പടി. അമ്മയുടെ അടുത്തോട്ട് ചെല്ലണമെങ്കിൽ എന്ത് വേണം? ഈ പടികൾ കയറിപ്പോണം. ആ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ജന്മമെടുക്കുന്നു, തിരിച്ചു പോകുമ്പോൾ ഈ ജന്മത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുന്നു. ഇതാണ് അതിന്റെ ആ ഒരു സൃഷ്ടി സംഹാരം. അപ്പൊ ദേവിയുടെ കട്ടിലിന്റെ പലക ആരാണ്? സദാശിവൻ. ഈ പലകയ്ക്ക് ഒരു എന്താ പറയാ,
ഒരു സിന്ദൂര പൊടിയിൽ വരുന്ന ഒരു കിരണങ്ങൾ, ചുമന്ന പ്രകാശം, ആ ശോഭയാണ്, മാതളപ്പൂവിന്റെ നിറമാണ്. നിശ്ചലമായിട്ടുള്ള അവയവത്തോടു കൂടി സദാശിവൻ പലക രൂപത്തിലൂടെ ശയിക്കുകയാണ്. അപ്പൊ ഇപ്രകാരം ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശാനൻ, സദാശിവൻ എന്നിവരെ നിർമ്മിക്കപ്പെട്ട നിശ്ചലാവസ്ഥയായിരിക്കുന്ന ആ മഞ്ചത്തെ നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ ദേവീ ധ്യാനത്തിൽ എന്താ, ദേവിയുടെ കട്ടിലിന്റെ പഞ്ചബ്രഹ്മ ആകാരസ്ഥിതി, അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, പഞ്ചകൃത്യങ്ങള് അമ്മ തന്റെ ശക്തിയിലൂടെ 5 പേരിലൂടെ നിർവഹിക്കുന്നത് കാണാം. അതാണ് അമ്മ ഇരിക്കുന്ന മഞ്ചത്തിന്റെ പ്രത്യേകത. അമ്മ ഇരിക്കുന്നത് എന്താ പറയാ, അമ്മ ഇരിക്കുന്ന മഞ്ചത്തിന്റെ ആ പലക മുതല് അവിടെ ഇരിക്കുന്ന ആ 4 കാലുകളും ഈ പ്രപഞ്ചത്തിന്റെ 5 കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അപ്പൊ ഈ ദേവി തന്നെയാണ് ഈ 5 പേരും എന്നുള്ളതിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി ഒരിക്കലും ഇല്ല, ഈ ദേവി തന്നെയാണ്. ഇവിടെ ലളിതാ സഹസ്രനാമത്തില് ബ്രഹ്മാസന സ്ഥിത, പഞ്ചപ്രേതാസനാസീന, പഞ്ചപ്രേത മഞ്ചാതിശായിനി, ഇതെല്ലാം ഇത് തന്നെയാ. അപ്പൊ ഈ ഒരു മാതളപ്പൂവിന്റെ ചുവപ്പ് നിറത്തിലുള്ള കാന്തിയുള്ള സദാശിവൻ ദേവിയുടെ പലകയായിട്ട് കിടക്കുകയാണ്. ഇതിന്റെ അകംപൊരുൾ, അതായത് ലളിതാദേവിയുടെ അരുണ കാന്തി, അതിന്റെ പ്രതിഫലനമായിട്ട് ഈ വളരെ രുദ്രൻ എന്ന് പറഞ്ഞ സദാശിവൻ എന്ന് പറഞ്ഞാൽ നല്ല വെളുപ്പ് നിറാണ്. പക്ഷെ ദേവി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ വിമർശ ശക്തി, പ്രകാശ ശക്തിക്ക് ഒരു ചുവപ്പ് നിറം കൊടുക്കണം. അതായത് പ്രകാശമല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്, വിമർശമാണ്. ദേവിയുടെ തീരുമാനമാണ്. കാരണം എന്താ, ദേവിയുടെ ഭൃത്യന്മാരായിട്ടാണ് ഇവർ ഇരിക്കുന്നത്. ഈ ബ്രഹ്മാദികൾ ഇരിക്കുന്ന ഇരിപ്പടത്തിന്റെ കാലുകൾ എന്ന് പറയുമ്പോൾ ദേവിയുടെ ആജ്ഞയെ അനുസരിക്കുന്നവൾ എന്നർത്ഥം. അപ്പൊ ഇതിൽ സൃഷ്ടിയാദി പഞ്ചകൃത്യങ്ങളും അന്തർഭവിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ മുഴുവനും മൂലപ്രകൃതിയാണ് ഇവിടെ കാണുന്നത്. എല്ലാം ഒരാളാണ്. ആരാണ്? ഈ പറയുന്ന ലളിതാ ത്രിപുര സുന്ദരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊള്ളാം. കാരണം മൂലപ്രകൃതി അവ്യക്തമാണ്. എല്ലാം മഹത്തത്വത്തിൽ നിന്ന് അവ്യക്തത്തിലൂടെ ബിന്ദുനാഥ രൂപത്തിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഈ കട്ടിലിന് മുകളിലായിട്ട് എന്താ, അരയന്ന തൂവല് കൊണ്ട് നിർമ്മിച്ച ഒരു കിടക്ക, അതിന്റെ മീതെ പട്ട് നിർമ്മിതമായിട്ട് ചെറിയ 4 തലയണകള്, ഇളം ചുവപ്പ് നിറത്തിലുള്ള വിരിപ്പ്, അങ്ങനെയുള്ള കിടക്ക നമ്മളെ ചിരകാലം സംരക്ഷിക്കട്ടെ. എപ്പോഴും വിചാരിച്ചോളണം, അമ്മ ഇരിക്കുന്ന കട്ടില് അരയന്ന തൂവല് കൊണ്ട് വളരെ സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു മെത്ത, അതിലെന്താ ചെറിയ 4 തലകണകൾ, 4 തത്വങ്ങളാണത്. ആ ചുവപ്പ് നിറമുള്ള വിരിപ്പ്. അപ്പൊ ഈ കിടക്ക കാണുമ്പോൾ തന്നെ അവിടെ ആർക്കിരിക്കാനുള്ളതാണ്? ഭഗവതിക്ക് ഇരിക്കാനുള്ളതാണ്, അമ്മയ്ക്ക് ഇരിക്കാനുള്ളതാണ്. അപ്പൊ കട്ടിലിന്റെ മുകളിൽ കിടക്ക, വിരിപ്പ്, തലയിണ. അപ്പൊ ഇതിനെ നമ്മൾ പ്രത്യേകം വർണ്ണിച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല. ആ ഒരു പഞ്ഞി എന്ന് പറഞ്ഞാല് ഹംസതൂലിക എന്നാണ് പറയുക. ഹംസതൂലം, അരയന്ന തൂവൽ കൊണ്ടുണ്ടാക്കിയതെന്ന് അർത്ഥം. അരയന്ന തൂവലിന്റെ കിടക്ക എന്ന് പറഞ്ഞാല് അതിന്റെ വിരിപ്പ് വെളുത്ത നിറം, ചുവപ്പ് കലർന്ന ഇളം ചുവപ്പാണ്. അതിന് കട്ടിലിന്റെ 4 വശത്ത് 4 ചെറിയ തലയണകള്. ഇതെല്ലാം നമുക്ക് എന്താ പറയാ, അതിനൊക്കെ ഒരുപാട് രഹസ്യ അർത്ഥങ്ങളുണ്ട്. അതൊന്നും ഇപ്പൊ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ പത്മരാഗ സദൃശ്യമായിട്ടുള്ള വിരിപ്പ്, അപ്പൊ ഈ പഞ്ചബ്രഹ്മാകാരമായിരിക്കുന്ന കട്ടിലിന് മുകളിൽ വിരിച്ചിട്ടുള്ള കിടക്കയിൽ നിവസിക്കുന്ന സദാ യൗവനത്തോടു കൂടിയിരിക്കുന്ന ആ സദാശിവൻ, ആ സദാശിവൻ എന്താ പറയാ, ചെന്താമരയുടെ കിരണ സമൂഹം പോലെ രമണീയമായിട്ടുള്ള ശരീരകാന്തിയോട് കൂടിയ കാമേശ്വരനെ നമുക്ക് ധ്യാനിക്കാം. കാരണം കാമേശ്വരന്റെ പുറത്താണ് കാമേശ്വരി ഇരിക്കുന്നത്. ഈ ശ്ലോകത്തില് കാമേശ്വരൻ ശിവനാണ്. ശിവ കാമേശ്വരാംഗസ്ത, ഈ ദേവീ നാമത്തിലാണ് ഇത് പറയുന്നത്. കാന്തൻ, തന്റെ ഭർത്താവിന്റെ മടിയിൽ ഇരിക്കുന്നവൾ എന്നാണ് ദേവിയുടെ ഈ നാമത്തിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. ശിവശബ്ദത്തിന് ഇതിനകത്ത് സദാശിവൻ, ശിവന് തന്നെ പല ഭാവങ്ങളുണ്ട്. പഞ്ചമുഖനാണ് ശിവൻ. അപ്പൊ ഇതില് സദാശിവനായിരിക്കുമ്പോ പലകയായിട്ട് കിടക്കുന്നു, കാമേശ്വരനായിട്ടിരിക്കുമ്പോ ദേവിയുടെ ഭർത്താവിന്റെ രൂപത്തിലിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ശിവ കാമേശ്വരാംഗസ്ത എന്ന് പറഞ്ഞത്. അപ്പൊ ഒരാൾ തന്നെ പലതായിട്ടുള്ള പല കർമ്മങ്ങൾ ചെയ്യണം. അപ്പൊ കാമത്തിന്റെ ഈശൻ എന്നാണ് അർത്ഥം കാമേശ്വരൻ. അപ്പൊ അതായത് ശിവന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ ആ ആഗ്രഹത്തെ പൂർത്തീകരിച്ചു കൊടുക്കുന്നവൾ പ്രകൃതിയായിരിക്കുന്ന ദേവി. ദേവി തന്റെ പഞ്ചകൃത്യങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ ഈ കാമേശ്വരി എന്ന് പറയുന്നത്, കാമേശ്വരൻ ശിവനാണെങ്കിൽ സാക്ഷാൽ പാർവതിയാണ്, ലളിതാംബിക എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കാമസ്വരൂപനായിട്ട് അതിസുന്ദര ഗാത്രനായിട്ടാണ് പാർവതി പരിണയത്തിന് ശിവൻ വരുന്നത്. ഇപ്പൊ കാമേശ്വരൻ എന്ന് പറയുന്ന ആ ഒരു അധീശത്വം ശിവന് കൊടുക്കുന്ന എന്താ, ശിവൻ കാമങ്ങളെ ഉണ്ടാക്കുന്നവനാണ്. കാരണം കാമാരിയാണ്, കാമനെ നശിപ്പിക്കുന്ന ആളാണ് ശിവൻ. പിന്നെ എങ്ങനെ കാമേശ്വരനാവുന്നത്? പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ദേവിയുടെ, അദ്ദേഹത്തിന്റെ ഇച്ഛയാണ് പ്രപഞ്ചം ഉണ്ടാക്കുക, ദേവിയുടെ അല്ല.
ശിവന്റെ ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവളാണ് ദേവി. അതുകൊണ്ടാണ് ദേവി കാമേശ്വരിയായിട്ട് ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രപഞ്ചത്തെ തന്റെ പഞ്ചകൃത്യങ്ങളിലൂടെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ യൗവനാവസ്ഥ എന്ന് പറയുന്ന കാമദേവ സദൃശ്യമായിട്ടുള്ള ശരീരകാന്തി, ഇതെല്ലാം തന്നെ കവി വർണ്ണിക്കാൻ കാരണം എന്താ? ഈ പ്രപഞ്ച നിർമ്മാണം, സൃഷ്ടിയെ കാണിക്കരുത്. ഇപ്പൊ എല്ലായ്പ്പോഴും യുവാവെന്നർത്ഥം. ഇപ്പൊ ലളിത ഉപാഖ്യാനത്തിൽ കാമേശ്വരന് 16 വയസ്സെന്നാ പറയുന്നത്. അപ്പൊ ശരീരത്തിന് ചുവപ്പ് നിറം, ആ ചുവപ്പിന്റെ കാന്തിയിൽ കാമേശ്വരൻ ഇങ്ങനെ ഒഴുകി ആ ഒരു ചുമന്ന പ്രകാശത്തിൽ, അത് സൃഷ്ടിയെ കാണിക്കണു, രജോ ഗുണത്തെ കാണിക്കുക. അപ്പൊ ഈ ചുവന്ന ശരീരകാന്തിയോട് യുവത്വം തുളുമ്പുന്ന അവസ്ഥയോട് കൂടി ഇരിക്കുന്ന കാമേശ്വരൻ ഈ മണിമയ മഞ്ചത്തിലാണ് ഇരിക്കുന്നത്. സിന്ദൂരം പോലെയുള്ള ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. എന്താ പറയാ, ചന്ദ്രനെ കിരീടത്തിൽ ധരിച്ചിരിക്കുന്നു. കുങ്കുമക്കുറി കൊണ്ട് മനോഹരമായിട്ട് വളഞ്ഞ നെറ്റിത്തടം, അമ്പിളിക്കീറിനെ തരം താഴ്ത്തുന്ന കാമേശ്വരൻ. അദ്ദേഹത്തിന്റെ മുഖം എന്താ, അമ്പിളിക്കല പോലെ. അതായത് ഈ അമ്പിളിക്കല ഇരിക്കുന്നത് ഒരു എന്താ പറയാ, പൂർണ്ണചന്ദ്രന്റെ മുഖത്താണോ എന്ന് തോന്നുന്ന വിധം അത്രയും സൗന്ദര്യമുള്ള മുഖത്തോടു കൂടിയ കാമേശ്വരൻ. ഈ ശ്ലോകത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ വസ്ത്രം, കിരീടം, നെറ്റിത്തടം ഇതെല്ലാം നമ്മൾ കണ്ടോളണം. കാരണം അത്രയും ഭംഗിയുള്ളത്. അതൊന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ നമുക്ക് സമയമില്ല. കാരണം ഇത് തീർക്കണ്ടേ. ആ ഒരു ചുവന്ന ശരീരകാന്തി, കാമേശ്വരൻ ഉടുത്തിരിക്കുന്ന ചുവന്ന വസ്ത്രം, ആ വസ്ത്രത്തിന്റെ നിറം സിന്ദൂരം പോലെ ചുവപ്പ്. അപ്പൊ കാമേശ്വരന്റെ കിരീടത്തിൽ ചന്ദ്രൻ തൊട്ടിരിക്കുകയാണ്. ഇവിടെ എന്താ പറയാ, ആ കാമേശ്വരന്റെ ആ ഒരു കിരീടത്തിലിരിക്കുന്ന ചന്ദ്രൻ ശീതകിരണങ്ങളെ പൊഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയണു. അമൃതകിരണം പൊഴിക്കുന്ന ചന്ദ്രൻ. അപ്പൊ ഈ കാമേശ്വരന്റെ കിരീടം അലങ്കാരത്തിനായിരിക്കുന്ന പൂങ്കുല രൂപത്തിലിരിക്കുന്ന അമൃതകിരണമായിരിക്കുന്ന ചന്ദ്രൻ ഭക്തന്മാർക്ക് അനുഗ്രഹം കൊടുക്കട്ടെ. നമ്മൾ ഈ ചന്ദ്രനെ കാണുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? ഭക്ത സംരക്ഷണം. നമ്മൾ ഈ ചന്ദ്രനെ തൊഴുമ്പോൾ നമുക്ക് സംരക്ഷണം കിട്ടുകയാണ് അവിടെ. അപ്പൊ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് ചന്ദ്രകല എന്ന് പറയുന്നത് എന്താ പറയാ, ആ ഒരു മാറാത്ത, തേയ്മാനം സംഭവിക്കാത്ത അഷ്ടമി ചന്ദ്രൻ. അപ്പൊ ഈ കാമേശ്വരന്റെ നെറ്റിത്തടം ചന്ദ്രകലയേക്കാൾ ഭംഗിയുണ്ടെന്നാ പറയുന്നത്. കുറിക്കൂട്ടുകളെ കൊണ്ടും തൃക്കണ്ണു കൊണ്ടും മൂടപ്പെട്ട ഈ നെറ്റിത്തടത്തിലെ ബാക്കി ഭാഗം ചന്ദ്രകലയോട് സാദൃശ്യമുണ്ട്. അത്രയ്ക്ക് ഭംഗിയായിട്ടിരിക്കുന്ന കാമേശ്വരൻ, അദ്ദേഹത്തെ വർണ്ണിക്കാൻ പറ്റില്ല. അപ്പൊ പൗർണമിയിലെ ചന്ദ്രബിംബം പോലെ മുഖത്തോട് കൂടിയവനും, വിടർന്ന താമര പോലെ 3 കണ്ണോട് കൂടിയവനും, കടക്കണ്ണുകൊണ്ട് കാമശാസ്ത്രത്തിന്റെ പരമ്പരാഗതമായിരിക്കുന്ന വെളിപ്പെടുത്തലുള്ള കാമേശ്വരനെ നമുക്ക് മനസ്സുകൊണ്ട് നമസ്കരിക്കാം. കാരണം ശൃംഗാരരസത്തിന്റെ പരിപൂർണ പരിസ്ഫൂർത്തിയാണ് ഈ കാമേശ്വരൻ. അപ്പൊ ശിവൻ എന്ന് പറയുന്ന തത്വം എന്തായിട്ട് മാറി? കാമേശ്വരൻ. അതായത് എല്ലാത്തിനും കാരണഭൂതമായിരിക്കുന്ന ശിവൻ കാമങ്ങൾക്ക് വിധേയനായിട്ട് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി കാമേശ്വരിയെ തന്റെ മടിയിലിരുത്തിയിരിക്കുന്നു. അപ്പൊ മുഖം, കണ്ണുകള്, കടക്കണ്ണെന്നുള്ളത് എല്ലാം തന്നെ ശൃംഗാരരസം കാണിക്കുക. അപ്പൊ ഈ മുഖ്യ അവയവങ്ങൾ മുഖത്താണ് നമുക്ക്, അല്ലേ? അപ്പൊ കുളിർമയും പ്രകാശവും നൽകിക്കൊണ്ട് പൂർണ്ണ ചന്ദ്രമണ്ഡലം പോലെ കാമേശ്വരന്റെ മുഖം. അദ്ദേഹത്തിന്റെ 3 കണ്ണുകൾ ആ വിടർന്ന താമര ഇതൾ പോലെ ചുവന്ന കണ്ണാണെന്ന് സ്പഷ്ടം. അപ്പൊ ഈ കടക്കണ്ണെന്ന് പറയുന്നത് എന്താ? ആ ഒരു ഭാര്യയോടുള്ള സ്നേഹം. അദ്ദേഹത്തിന്റെ കടക്കണ്ണില് വിക്ഷേപത്താൽ ഒരു തരംഗം ഉണ്ടാക്കുന്നു എന്നാ പറയുന്നത്. ദേവി ഇദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവളാണ്. അപ്പൊ ഈ രത്നനിർമ്മിത കുണ്ടലങ്ങള്, ആ ഒരു എന്താ പറയാ, അണിഞ്ഞ ഭഗവാൻ, ആ രശ്മിയുടെ പ്രവാഹം കൊണ്ട് മാംസളമായിരിക്കുന്ന കവിൾത്തടങ്ങള്, പവിഴത്തിന് സമാനമായിട്ടിരിക്കുന്ന ചുവന്ന ചുണ്ടുകള്, അതിൽ തെളിയുന്ന ചെറുപുഞ്ചിരിയോടുകൂടിയിരിക്കുന്ന കാമേശ്വരൻ സദാ എൻ്റെ ഹൃദയത്തില്, എൻ്റെ ഹൃദയപത്മത്തിൽ, ഈ മഞ്ചത്തിലിരിക്കുന്നവനായിട്ട് ഞാൻ ധ്യാനിക്കണു. ആ പാദപത്മങ്ങളിൽ വീണ്ടും വീണ്ടും നമ്മൾ നമസ്കരിക്കുകയാണ്. കാരണം കാമേശ്വര അംഗസ്ഥ ദേവി എവിടെയാണ് ഇരിക്കുന്നത്? ഈ ഒരു ഭഗവാന്റെ മടിയിലിരിക്കുന്നവളാണ് ദേവി. ആ ഒരു കറുത്ത പുരികക്കൊടികള് ഒരുപാട് ഇദ്ദേഹത്തെ വർണ്ണിക്കുന്നുണ്ട്. മനോഹരനും സുഗന്ധദ്രവ്യങ്ങൾ അണിഞ്ഞവനും താമ്പൂലത്തിന്റെ വാസനയിൽ ഇരട്ടിച്ച മുഖവാസനയുള്ളവനുമായിരിക്കുന്ന കാമേശ്വരൻ. ഇങ്ങനെ കുറെ പറയുന്നുണ്ട്. സന്തോഷത്തെ തരുന്ന ആള്, ഭക്തന്മാർക്ക് പരമാനന്ദത്തെ കൊടുക്കുന്നവൻ, ആ ഒരു ശിവൻ. സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട് നിർമ്മിക്കുന്ന കർപ്പൂര ബീഡിക എന്ന് പറയുന്ന താമ്പൂലം, ആ താമ്പൂലത്തെ ഇങ്ങനെ പച്ചക്കർപ്പൂരം, ഏലത്തിരി, ഗ്രാമ്പൂ, കസ്തൂരി, കുങ്കുമപ്പൂവ്, ജാതിപത്രി, അടയ്ക്ക ഇതെല്ലാം ചേർന്ന സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കർപ്പൂര വീടിക 16 തത്വങ്ങള് 16 തരത്തിലുള്ള താമ്പൂലത്തിനകത്ത് വെച്ചിരിക്കുന്നു. താമ്പൂലം സകല ദേവതാ സങ്കല്പം. അത് 3 ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര്. ആ താമ്പൂലത്തെ ചർവണം ചെയ്യുന്നവൻ ശിവൻ, കാമേശ്വരൻ. അപ്പൊ അദ്ദേഹത്തിൽ നിന്നാണ് ഈ പറയുന്ന എല്ലാവരും പുറത്തു വരുന്നതെന്ന് അർത്ഥം. അതിനാണ് ഈ 16 വസ്തുക്കളുടെ കാര്യം പറഞ്ഞത്. അപ്പൊ ഈ ലളിതാ സഹസ്രനാമത്തില് നമ്മൾ കാണുന്ന ആ എന്താ പറയാ, സുഗന്ധദ്രവ്യ നിർമ്മിതമായിട്ടുള്ള താമ്പൂല ചർവണം, വാസന,
അത് നമ്മൾ കാമേശ്വരനിൽ ഉണ്ടാക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദേവി എന്താ പറയുക, ഇത് എപ്പോഴും താമ്പൂലം ചവച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ സൃഷ്ട പ്രപഞ്ചത്തെ 16 തത്വങ്ങളിലൂടെ 16 ഷോഡശ സംസ്കാരങ്ങളിലൂടെ രക്ഷിക്കുന്നവളാണ് അംബിക. ആ പരമേശ്വരി ആ ചവയ്ക്കുന്ന 16 തത്വങ്ങളാകുന്ന താമ്പൂലം. അപ്പൊ ആ അദ്ദേഹവും കാമേശ്വരനും ഇത് തന്നെയാണ് ചവച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാസന കുസുമത്തോട്, അതായത് ശിരോലങ്കാരമായിരിക്കുന്ന ചന്ദ്രൻ, വളഞ്ഞ പുരികക്കൊടികള്, താമ്പൂല വാസന കൊണ്ട് ഇരട്ടിച്ച മുഖവാസന. അദ്ദേഹം ആ ഒരു ശൃംഗാര രൂപത്തിലിരിക്കുകയാണ്. കാരണം പ്രപഞ്ചം എന്ന് പറയുന്ന ശൃംഗാരം രസത്തില്, അതായത് ശൃംഗാരം നമ്മൾ കണ്ടു, ഏറ്റവും അധികം ഉന്നതമായിരിക്കുന്ന ആ ഒരു ബോധതലം, ഉയർന്ന ബോധത്തെയാണ് നമ്മൾ ശൃംഗാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ കയറ്, തോട്ടി, കരിമ്പ് വില്ല്, പൂവമ്പ്, ഇങ്ങനെ ശോഭിക്കുന്ന മനോഹരമായിട്ടുള്ള കൈകളോട് കൂടിയ ആ ശരീരത്തിൽ കുങ്കുമം പൂശിയിരിക്കുന്ന കാമേശ്വരൻ ഞങ്ങളെ രക്ഷിക്കട്ടെ, ഞങ്ങളുടെ താപങ്ങളെ അകറ്റട്ടെ, നമ്മുടെ താപത്രയങ്ങൾ ഇല്ലാതാക്കട്ടെ, ഞങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ. ഈ അമ്മയുമായിട്ട് ചേർന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എത്തിച്ചേരാൻ ആ ശിവബോധം, ശിവോഹം എന്ന പദവി നമുക്ക് ഓരോരുത്തർക്കും എത്താൻ ഈ കാമേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോ ഇടതുവശത്ത് താഴത്തെ കയ്യില് കയറ് വെച്ചിട്ടുണ്ട്, പാശം. ആ ആയുധ വിശേഷം പ്രപഞ്ച വസ്തുക്കളിൽ അടുപ്പമുണ്ടാക്കുന്ന ആയുധം പാശം. ബന്ധിക്കുകയാണ് പാശം ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങള് നിറവേറ്റുന്നു എന്ന് പറയുന്നതാണ് പാശം. അപ്പൊ വലതു ഭാഗത്ത് താഴത്തെ കയ്യിൽ തോട്ടി, അങ്കുശം, ആ ഒരു ആയുധ വിശേഷം. മറ്റൊന്നിൽ നിന്ന് വസ്തുക്കളെ അകറ്റാൻ ഉപയോഗിക്കുന്നത് അങ്കുശം, അതാണ് തോട്ടി. പ്രപഞ്ച വസ്തുക്കളിൽ നിന്ന് നമ്മളെ അകറ്റാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പാശത്തെ രാഗമായിട്ടും അങ്കുശത്തെ ദ്വേഷമായിട്ടും കണ്ടോളണം. തന്ത്രശാസ്ത്രം എന്നുള്ള എല്ലാ ബുക്കുകളിലും തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത് എന്താ? കാമേശ്വരന്റെ ഇടത്തെ കൈകളില് കരിമ്പ് നിർമ്മിതമായിട്ടുള്ള വില്ല്, ആയുധം, കരിമ്പിന്റെ മധുരരസം, അത് നമ്മൾ ചവച്ചിറക്കാൻ പോലും സാധിക്കാതെ എന്താ പറയുക, അതിന്റെ ചണ്ടിയുണ്ട് അതിനകത്ത്. കാരണം ആ ഒരു സുഖ ദുഃഖ സമ്മിശ്രമാണ് ആ ഒരു ജീവിതം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കരിമ്പ് വില്ലിനോട് കാണിക്കുന്നു. കരിമ്പ് എന്ന് പറയുന്നാൽ എന്താ? അതിൽ ഒരുപാട് ഫൈബർ ഉണ്ട്. അത് കൊണ്ട് നമ്മുടെ വാ മുറിയും അത് കടിക്കുമ്പോൾ. അപ്പൊ അതിനകത്ത് എന്താ പറയാ, അതിമധുരമായിട്ടിരിക്കുന്ന രസവും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് കരിമ്പ്. അപ്പൊ മനസ്സാണ് കരിമ്പ്. മനസ്സെന്ന് പറയുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രം. നമുക്ക് സുഖം മാത്രമല്ല ജീവിതത്തില്, ദുഃഖങ്ങളും വന്നു ചേരും, ഇല്ലേ? പ്രപഞ്ച സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു കരിമ്പ് വില്ലെന്ന് പറയുന്നത് ഈ ആയുധം, അതായത് മധുരവും, നമ്മൾ മധുരം കടിച്ചിറക്കുമ്പം എന്ത് ചെയ്യണം? ചണ്ടി തുപ്പിക്കളയണം. ദുഃഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വരുന്ന പ്രോബ്ലംസ്, ചണ്ടി എന്ന് പറയാ അഴുക്കുകൾ, നമ്മൾ കളയേണ്ട വസ്തുക്കളെ കളഞ്ഞോളണം. ഈ മധുരരസം എല്ലാത്തിലും ഈശ്വരനെ കണ്ടിട്ട് ആ കരിമ്പ് രസം നമ്മൾ ഉള്ളിലോട്ട് ഇറക്കിക്കൊള്ളണം. ഈ സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഈ ഒരു പ്രപഞ്ചത്തില് ഈ 5 അമ്പുകൾ തൊടുത്തുവിട്ടാണ് പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്. അത് ഔചിത്യപൂർണമായിട്ട് നമുക്ക് കാണാം. ദേവിയുടെ കയ്യിലും ഇതാണ് ഇരിക്കുന്നത്. എന്താണ് നമ്മുടെ പ്രപഞ്ചം? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, പഞ്ചതന്മാത്രകള്, ആ 5 പൂവമ്പുകളെ ധരിച്ചിരിക്കുക. അപ്പൊ ഈ ഒരു പ്രസവ ശബ്ദം എന്ന് പറഞ്ഞാല് പ്രസവം, ജഗത്തിനെ പ്രസവിക്കുന്നവൾ, പ്രസവിത്രി, പ്രചണ്ഡാത്മ. അമ്മ എന്താ? പ്രസവം നടക്കുക. ഈ 5 തന്മാത്രകൾ കൊണ്ട് തന്റെ സൃഷ്ടിയെ ഉണ്ടാക്കുന്നവൾ. ആ പ്രസവ ശബ്ദത്തിന്റെ ഔചിത്യം എന്താ? ഈ ഒരു ദീക്ഷ, അതായത് നമുക്ക് തരുന്ന ഒരു ദാനം. ഈ ആയുധങ്ങളാൽ ശോഭിക്കുന്ന സുന്ദര മൃദുല കൈകളാണ് കാമേശ്വരൻ്റെത്. മാത്രമല്ല ശിരോ മുഖത്തെല്ലാം കുങ്കുമം പൂശിയിരിക്കുന്നു. ഇപ്രകാരം ഇരിക്കുന്ന കാമേശ്വരൻ ഞങ്ങളുടെ മനസ്സിൽ എന്നും ഇരിക്കട്ടെ. എന്നും ഭഗവാന്റെ കാലുകളെ നമ്മൾ പ്രണമിച്ചുകൊണ്ടിരിക്കുക. ഈ ശ്രീ രാജരാജേശ്വരി, അതായത് നമ്മളിപ്പോ ഇനി വരുന്ന ശ്ലോകങ്ങളില് നമ്മൾ അതിന്റെ അർത്ഥം, ആ സാക്ഷാൽ മഹാത്രിപുര സുന്ദരിയെ കാണാൻ പോവുകയാണ്. ഇപ്പൊ നമ്മൾ കാമേശ്വരനെ കണ്ടു. കാമേശ്വരനിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത ആയുധങ്ങളോട് കൂടിയിരിക്കുന്ന കാമേശ്വരി, ശ്രീ രാജരാജേശ്വരി, ലളിതാ പരമേശ്വരി. അതായത് ഇവിടെ മുതൽ നമുക്ക് അങ്ങോട്ട് നോക്കുന്ന ത്രിപുര സുന്ദരിയെ നമ്മളൊരു ധ്യാനം കൊണ്ട് കണ്ടോളണം. കാരണം ആ ഒരു കാമേശ്വരന്റെ മടിത്തട്ടിലിരിക്കുന്ന പുതുതായിട്ട് വിരിഞ്ഞ കടമ്പപ്പൂവിന്റെ രശ്മികളോട് ശോഭയുള്ളതും ചന്ദ്രക്കല ശിരോലങ്കാരമാക്കിയ സീമന്തരേഖയിൽ കുങ്കുമത്തോടുകൂടി ആ സിന്ദൂര വർണ്ണം അണിഞ്ഞ ത്രിപുര സുന്ദരിയെ മനസ്സുകൊണ്ട് നമിച്ചമ്മ, ഞങ്ങൾ അമ്മയെ ഒന്ന് കാണുകയാണ്. അമ്മയെ ഞങ്ങൾക്ക് അടിമുടി ഒന്ന് കാണണം, ഇല്ലേ? ദേവിയുടെ എല്ലാം ആ പാദം മുതൽ കേശം വരെ, അമ്മയുടെ കിരീടം മുതൽ പാദാന്തികം വരെ, അമ്മയുടെ കേശാദി പാദവർണ്ണന ഞങ്ങളുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കട്ടെ, ഞങ്ങൾക്ക് സുഖത്തെ തരട്ടെ. അമ്മയുടെ സർവാനന്ദമയ ചക്രത്തിൽ സുഖസ്വരൂപമായിരിക്കുന്ന അമ്മയുടെ അടുത്ത് ഞങ്ങൾക്ക് എത്താൻ പറ്റട്ടെ എന്നുള്ള ആ ഒരു കേശാദിപാദ വർണ്ണന നമുക്ക് ഈ ഒരു ആഗ്രഹം ദേവിയുടെ മനസ്സിൽ വെച്ച് ആ പാദങ്ങളിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതൊരു ധ്യാനമാണ്. ദേവിയെ ഇനിയുള്ള വാക്കുകളെല്ലാം തന്നെ ദേവിയെ ധ്യാനിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധി, മനസ്സ് എല്ലാം
അതിൽ ഏകീകരിച്ചുകൊണ്ട് ദേവിയെ നമുക്ക് ധ്യാനിക്കാം. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.